സാധാരണ കഥ പറയുന്നത് ഒരാളും കേൾക്കുന്നത് നിങ്ങളുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നേരെ തിരിച്ചാണ്. നിങ്ങളെല്ലാവരും കഥ പറയാൻ ശ്രമിക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കഥയിലേക്ക് പോവാം. ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പറയും, രണ്ടാമത്തെ സെൻറ്റൻസ് മുതൽ ഞാൻ ആരെയാണോ പറയണമെന്ന് പറയുന്നത് അയാൾ അങ്ങ് പറയുക. കാരണം കഥ പറയാൻ ഇത്ര വിദഗ്ധരായിട്ടുള്ള ഇന്ത്യയിൽ കേരളത്തുകാരെ പോലെ മറ്റാരും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് പറയും, അടുത്ത നിങ്ങളങ്ങ് പറഞ്ഞു തുടങ്ങുക. ഈ കഥ എങ്ങനെ പോകുന്നു, എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളത് നമ്മൾ അവസാനം വീക്ഷിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ സെമിനാർ അങ്ങ് ആരംഭിക്കുകയാണ്. ബീയിങ് എ വിനർ. കഥ ഇതാണ്. മധു എന്നു പേരുള്ള ഒരു 15 വയസ്സുകാരൻ +1 പഠിച്ചു, +2 പഠിച്ച് ഒടുവിൽ അവസാനം ഡിഗ്രിക്ക് ചേരുകയാണ്. ആദ്യത്തെ വർഷം 1-ാം ദിവസം ഇദ്ദേഹം ആ കോളേജിലേക്ക് പോകുമ്പോൾ ക്ലാസ് റൂമിൽ അപ്രതീക്ഷിതമായി ഇദ്ദേഹം ഒരു സുഹൃത്തിനെ കാണുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടനെ വന്നത്, കഥ അവിടെ നിൽക്കുകയാണ്, ബാക്കി നിങ്ങൾ പറയണം. ഞാൻ ആരോടാണോ പറയുന്നത് അദ്ദേഹം അങ്ങ് കഥ പറഞ്ഞാൽ മതി. യെസ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടനെ വന്നത് അവനെ മധു അയാളെ കണ്ടപ്പോഴത്തേക്കും മനസ്സിൽ വിചാരിച്ച്, എൻ്റെ ദൈവമേ, ഇവൻ്റെ കൂടെയാണ് ഇനി 3 വർഷം ഞാൻ പഠിക്കേണ്ടത് എന്ന് വിചാരിച്ചു. അങ്ങനെ മധു ഒരു കൂട്ടുകാരനെ കാണുന്നു. ഇവന്റെ കൂടെയാണോ ഞാൻ 3 വർഷം പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞ്, എനിക്ക് നിന്നോട് പഠിക്കാൻ നല്ല സന്തോഷമാണ്, നമുക്ക് ഒരുമിച്ച് ഇനി ഇവിടെ കളിച്ചും പഠിച്ചും അങ്ങ് പോകുന്നു. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാടാന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത തുടരെ അവന് മനസ്സിലായി ഇവൻ പഠിത്തത്തിൽ കുറച്ച് പുറമോട്ടാണെന്ന്. അപ്പോൾ മധു അവനെയും കൂടെ പഠിപ്പിക്കാനും ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി ശ്രമിച്ചു. അങ്ങനെ വൈകുന്നേരം എത്തി. തിരിച്ച് പോകുമ്പോൾ അവൻ തിരിച്ചു പോകാറാകുമ്പോൾ അവൻ ശ്രദ്ധിക്കുകയാണ്, ഇവൻ ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സോഴ്സുകളും ഇല്ലാത്ത കൂട്ടത്തിൽ. അത് മനസ്സിലായപ്പോൾ അവൻ അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. സുഹൃത്ത് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് പൈസ ഉണ്ടോ എന്ന് തപ്പി പൈസ കിട്ടിയപ്പോൾ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ പോയി ഗ്രാൻഡായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മധു ഒരു കാര്യം മനസ്സിലാക്കിയത്. മധു മനസ്സിലാക്കുന്നു, ഗ്രാൻഡായിട്ട് ഫുഡ് കഴിച്ചല്ല, പക്ഷെ അത്രക്കുള്ള പൈസ മധുവിൻ്റെ ഇല്ലായിരുന്നു. മധു ഉടനെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നു. ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് താൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പൈസ അടയ്ക്കുന്നു. വൈകുന്നേരമായല്ലോ, അപ്പോൾ ഒരു വീട്ടിലോട്ട് പോവുകയാണ്. പിറ്റേ ദിവസം എത്തുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പത്രം നോക്കിയപ്പോൾ അവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കണ്ടു. അവൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് പിൻവലിക്കാൻ കയറിയ ATM-ൽ കള്ളന്മാർ കയറി. അതേ ദിവസം തന്നെ രാത്രിയാണ് കള്ളന്മാർ കയറി. ഇവൻ CCTV ക്യാമറയിൽ ദൃശ്യത്തിൽ ഇവനുമുണ്ട് എന്നറിയുന്നു. വളരെ ട്വിസ്റ്റാണ് ആ കഥയിൽ സംഭവിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ പണമെടുത്ത അദ്ദേഹത്തിന്റെ ചിത്രമാണ് മലയാള മനോരമയിൽ വരുന്നത്. ഇത് കണ്ട് നാട്ടുകാരൊക്കെ ആകെ ടെൻഷൻ അടിച്ച് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു നോക്കുന്നു. അവനും ആകെ ടെൻഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരൊക്കെ കുഴഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോൾ സുഹൃത്തിനെ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കളവിലേക്ക് നയിച്ചതെന്നുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മാനസികാവസ്ഥയും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.
അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മൊബൈലിൽ ഒരു കോൾ വരുന്നു. കോളില് പോലീസ് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും പോകുന്നു പോലീസിനെ കാണാൻ. അങ്ങനെ രണ്ടുപേരും പോലീസിനെ കാണാനായിട്ട് എത്തുന്നു. ഒരാൾക്കൂടെ ഞാൻ ഈ മൈക്ക് തരികയാണ്. ഈ കഥ നിങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കും? പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് പ്രത്യേകിച്ച് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ATM നിന്നൊന്നും പോയിട്ടുമില്ല, ജസ്റ്റ് ഒരു ചെക്കിങ്ങിന് വേണ്ടി വിളിച്ചതാണെന്ന്. ഇത്രയും ടെൻഷൻ അടിക്കാൻ കാര്യം മധു ആദ്യമായിട്ട് ഈ ആളെ കണ്ടപ്പോഴും ഞെട്ടിയതിൻ്റെ കാര്യവും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് എപ്പോഴും ഒരു ഭാഗ്യക്കേടായിട്ട് തന്നെയാണ് മധുവിനോട് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവനെ കണ്ടപ്പോഴും ഞെട്ടിയത്. എങ്കിലും ഏറ്റവും ഒടുവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രമ്യതയിൽ തന്നെയാണ് രണ്ടുപേരും കഴിഞ്ഞു പോകുന്നത്. വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. നമ്മുടെ കഥ തുടങ്ങിയത് എവിടെ നിന്നാണ്? കോളേജിൽ നിന്നും. കഥ അവസാനിച്ചത് എവിടെയാണ്? നിങ്ങളുടെ കഥയും ഇവിടെ കോളേജിൽ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ കഥ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമാകരുത്, നമ്മൾ തന്നെ ആയിരിക്കണം. അവിടെയാണ് നമ്മൾ എവിടെ എത്തിച്ചേരും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എൻ്റെ അവസാനം അല്ലെങ്കിൽ എൻ്റെ ഒരു 15 വർഷം കഴിഞ്ഞ് ഞാൻ എവിടെയാകും എന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ കഥയുടെ ഓരോ ആ ടേണിംഗ് പോയിന്റിലും വെച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കഥ പലരാൽ എഴുതപ്പെട്ട ഒരു കഥയാണ്. പലരും എഴുതിയതുകൊണ്ടാണ് കഥ ഇങ്ങനെ പോയത്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ ഒരിക്കലും പലരും എഴുതാനിടയാക്കരുത്. ഇവിടെ ഒരാൾ നിൽക്കുകയാണ്. ഇദ്ദേഹം കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരു പാറപ്പുറത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ, ബാക്കിയൊന്ന് പൂരിപ്പിക്കാമോ? ജീവിതം എങ്ങനെ, അതിന്റെ താഴെ എന്താണ് നമുക്കിവിടെ ചേർക്കാൻ പറ്റുന്നത്? ജീവിതം എങ്ങനെ എങ്ങനെ സന്തോഷമാക്കാം, സമാധാനമാക്കാം. ഇവിടെ വേറെ ആരും എന്തോ പറഞ്ഞു? ജീവിതം എങ്ങനെ ഏകാന്തമാക്കാം. എന്തോ ചാകാമെന്നോ? ജീവിതം എങ്ങനെ ആത്മഹത്യ ചെയ്യാം. വെരി ഗുഡ്, നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ ചിന്തയുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ പെർസെപ്ഷൻ, ധാരണകൾ എങ്ങനെ ശരിയാക്കാമെന്ന് ഞാനടുത്ത് പറയുന്നുണ്ട്. ജീവിതം എങ്ങനെ വിജയമാക്കാം, വിജയകരമാക്കാം. വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്, വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, വിജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത്, എന്തിനാ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല ഹെൽത്തി ഒക്കെ ആകാനാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഹെൽത്ത് മറ്റൊരാളുടെ ഹെൽത്തുമായിട്ട് നമ്മൾ അറിയാതെ താരതമ്യം ചെയ്യുകയാണ്. എന്തിന് പഠിക്കുന്നു, എന്തിന് കളിക്കുന്നു, എന്തിന് ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഇവിടെ എല്ലാം ഈ വിജയം എന്നുള്ള ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആ തലങ്ങളിലേക്ക് വരുമ്പോൾ വിജയം കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോലും നമ്മൾ മനഃപൂർവ്വം മടിച്ചു നിൽക്കുകയാണ്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. ടിംബക്ടു എന്താണ്? ടിംബക്ടു ഏത് ഹോട്ടലിൽ കിട്ടുന്ന സാധനമാണ്? ടിംബക്ടു അറിയാമോ? ടിംബക്ടു ഇല്ല. ടിംബക്ടു എന്താണെന്ന് നിങ്ങൾക്ക് 50% അറിയത്തില്ല. പക്ഷെ 50% എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആ ഉത്തരം പറഞ്ഞാൽ ആരെങ്കിലും ബാക്കി പറ കളിയാക്കും. ടിംബക്ടു എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്. പക്ഷേ ഈ ടിംബക്ടു എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഒരു ചിന്ത എന്നുള്ളത്, ഞാൻ തോറ്റുപോയാൽ, ഞാൻ പരാജയപ്പെട്ടാൽ, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയാൽ കൂടെ ഉള്ളവൻ എന്നെ കളിയാക്കും. ഈ കളിയാക്കൽ നേരിട്ട് നല്ല തൊലിക്കട്ടി കൂട്ടാനുള്ള സൂത്രം ഞാൻ പിന്നാലെ പറഞ്ഞുതരാം, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കളിയാക്കൽ നമ്മുടെ ഒരു വല്ലാത്തൊരു സാധനമാണ്. നമ്മുടെ പലരുടെ ഈ കാലിബറിനെ ഊരിക്കളയുന്ന ഒരു കളിയാക്കലാണ്. ഞാനാണെങ്കിൽ ലോക കളിയാക്കൽ നേരിട്ട വ്യക്തിയാണ്. പക്ഷെ ഇപ്പം അപാര തൊലിക്കട്ടിയാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. മുന്നോട്ട് പോവുകയാണ്. വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ഒരു സമയം ചെയ്യാറില്ല, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യും. വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ഒരു സമയം ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയാണ്.
നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനായിട്ടിരിക്കുന്നു. 10ാം ക്ലാസ്സിലെ ചിന്തയിലോട്ട് കൊണ്ടുപോവുകയാണ്. പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, നിങ്ങൾ പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് സാമൂഹ്യ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഒട്ടും കൊള്ളത്തില്ല, അതിനേക്കാളും നല്ലത് സയൻസ് പഠിക്കാം. സയൻസ് പഠിക്കാനായിട്ടിരിക്കുന്നു, സയൻസും പഠിച്ചിട്ട് ഒന്നും തലയിലോട്ട് കയറുന്നില്ല. എങ്കിൽ പിന്നെ ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷ് എടുത്ത് ഒരു അരമണിക്കൂർ പഠിക്കുന്നു, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം കണക്ക് പുസ്തകം എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ 7 മണി വരെ അരമണിക്കൂർ വെച്ച് പലതും പഠിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. വ്യത്യസ്തമായി നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ യു വിൻ. നിങ്ങൾ എന്താണോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. ഇതിന് നമ്മുടെ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതെന്നറിയാമോ? എവിടെയാണ്? ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഈസ് ഹോം, വീടാണ്. നിങ്ങളുടെ അമ്മമാരിൽ മാത്രം നോക്കിയാൽ മതി, അതിൽ തന്നെ ഉണ്ട് അപാര ക്രിയേറ്റിവിറ്റി. വ്യത്യസ്തമായ അവരിൽ നിന്ന് പഠിക്കാൻ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അവർ വിജയിക്കുന്നത് പലതും ഒരേ കാര്യം വ്യത്യസ്തമായിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുകൊണ്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമ്മ നല്ല ചിക്കൻ കറി വയ്ക്കാനായിട്ടെല്ലാം ഇങ്ങനെ റെഡിയായി, അതിൻ്റെ എല്ലാം സാധനങ്ങളൊക്കെ ഇട്ട് സ്റ്റൗവൊക്കെ തുറന്ന് ഇങ്ങനെ സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ഏതാണ്ട് വെന്ത് വരുന്ന സമയത്ത് പപ്പ ഫോൺ ചെയ്യുന്നു. ഉടനെ തന്നെ ഗൾഫിലിരിക്കുന്ന പപ്പയോട് ഇങ്ങനെ സംസാരിച്ച് വാചാലമായി സംസാരിച്ചു പോയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ചിക്കൻ കറി അടുപ്പിലിരിക്കുന്നത് മറന്നു പോകുന്നു. പക്ഷേ അടുത്തെന്ത് ചെയ്യും അമ്മമാര്? പറയാമോ? തിരിച്ചു വന്നിട്ട് ഇതിനെടുത്ത് അങ്ങ് കളയും. പിന്നെ ഇതിനെ വളരെ ശ്രദ്ധയോടെ എടുത്ത് മാറ്റിയിട്ട് മറ്റൊരു ചട്ടിയിൽ വെച്ച് ഇതിന്റെ കൂടെ വേറെ ചില ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് ചിക്കൻ കറി വെക്കാൻ പോയ മമ്മി ചിലപ്പോൾ ചില്ലി ചിക്കൻ ആക്കി നിങ്ങളുടെ കയ്യിൽ തരും. വ്യത്യസ്തമായി ചെയ്തു. ഇതൊന്നും അറിയാതെ നമ്മളൊന്നും പറയും, മമ്മി സൂപ്പർ, ഇതുപോലെ എനിക്ക് മതി. ഏത് കാര്യം അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പാരൻസിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതി. വിജയത്തിനുള്ള സൂത്രങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതചരിത്രം കൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഈ നമ്മുടെ തലച്ചോറിൽ ഈ മെമ്മറി സൂക്ഷിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. പലർക്കും പല രീതികളിലാണ്. ചിലർക്ക് എഴുതി പഠിക്കണം, ചിലർക്ക് പറഞ്ഞു പഠിക്കണം, ചിലർക്ക് കണ്ടുപഠിക്കണം, ചിലർക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈല് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈസി, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മുന്നോട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇനിയുള്ള എല്ലാം മായിൽ തുടങ്ങുന്ന ഒരു 4 കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങളുടെ സമയം തീരും. മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പറയാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് നിങ്ങളോടൊരു ചോദ്യം. ഞാൻ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ വാദോരാതെ ഒറ്റ സെക്കൻഡിൽ നിങ്ങളെക്കുറിച്ച് ഒരു 5 കാര്യം പറയാൻ പറ്റുമോ? ഞാൻ ആരാണ്? ഞാൻ സിജിയ ജോർജാണ്. ഞാൻ മേരി ദലൈൻ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി, പപ്പയുടെ അമ്മ ഉണ്ട്. ഞാൻ BSc സുവോളജി കഴിഞ്ഞാണ്, MSc അക്വാട്ടിക് ബയോളജി കഴിഞ്ഞാണ്. ഇപ്പം ഞാനിവിടെ B.Ed പഠിക്കുന്നു. എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ പേര് തന്മ റജി. ഞാൻ കിളിമാനൂരിൽ നിന്ന് വരുന്നു. അച്ഛനും അമ്മയും അനിയനും ഞാനുമാണ് വീട്ടിലുള്ളത്. ഞാൻ B.Ed സംസ്കൃതത്തിൽ KUCT കുമാരത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥിനിയാണ്. അങ്ങേറ്റം ഞാൻ ആരാണ്? അവിടെ നല്ല ഉച്ചത്തിൽ പറഞ്ഞു, നല്ല ഉച്ചത്തിൽ. ഗുഡ്. നിങ്ങൾ നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ, പറഞ്ഞില്ല? വെരി ഗുഡ്. നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എവിടെ എത്താനായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ കുറിച്ച് വയ്ക്കണം. ആഫ്റ്റർ 5 years or 3 years or 10 years, 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ എത്തും? മിക്കവാറും ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, മോനെ നിനക്ക് ആരാ കാണാൻ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ചില ആമ്പിള്ളേരുടെ അടുത്ത് ചോദിക്കും, എടാ നിനക്ക് ആരാകണം? അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ പഠിച്ചു പോകുന്നു. പ്രത്യേകിച്ച് +2 പിള്ളേർ പിന്നെ അല്പം കൂടെ ക്രിയേറ്റീവായിട്ട് ഉത്തരം പറയും, എടാ നിനക്ക് ആരാകാനാണ് ഇഷ്ടം? അങ്ങനെ ആരാകാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ.
ഇപ്പോൾ പെൺപിള്ളേരുടെ അടുത്ത് ചോദിക്കും, നിനക്കാരാ? അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും വീട്ടിലൊരു അടുക്കള വേലക്കാരിയായിട്ട്. നിങ്ങൾ എവിടെ എത്തും എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇവിടെ മുതലേ വർക്ക് ചെയ്ത് തുടങ്ങണം. ഞാനിന്നിവിടെ 10:30 എത്തി ഓൺ ടൈമിൽ പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ഞാൻ രാവിലെ മുതൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അതിൻ്റെ ചില വഴികൾ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കണം? മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ സ്വയം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ ഭയങ്കര ശ്രമം നടത്തുകയാണ്. പക്ഷെ നമ്മളെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കാലിബർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ പഴയകാല അനുഭവം വെച്ചാണ് നമുക്ക് വിലയിടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഒരു കുഴപ്പമെന്നുള്ളത്. കാരണം നിങ്ങളിൽ പലരും 8ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ എങ്ങനെയായിരുന്നു അതുപോലെ അല്ല ഇപ്പൊ നിങ്ങൾ. അന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടും മിണ്ടാതിരുന്ന പാർട്ടി ഇപ്പൊ വാതോരാതെ സംസാരിക്കുകയാണ്. അപ്പം നിങ്ങൾ മാറി. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നിങ്ങൾ ഭയങ്കര സംസാരപ്രിയമായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ വളരെ ലിമിറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാലിബർ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിൽ. അപ്പോൾ തുമ്പയിലുള്ള ഈ ശാസ്ത്രജ്ഞരൊക്കെ വൈകുന്നേരം ചായ കുടിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു 10-12 പേര് ചായ കുടിക്കാനിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മളിങ്ങനെ എല്ലാ മാസവും 2.5 ലക്ഷം രൂപ വീതം ശമ്പളം വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആകാശത്തോട്ട് വിടണ്ടേ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു മുകളിലോട്ട് പോകുന്ന ഒരു സാധനം, അതിൻ്റെ മുകളിലത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. ഉടനെ രണ്ടാമത്തെ ആൾ പറഞ്ഞു, എങ്കിൽ പിന്നെ അതിൻ്റെ ഫ്യൂലൊക്കെ കത്തിപ്പോകുന്നത് ഞാൻ കണ്ടുപിടിക്കും. അപ്പം മൂന്നാമത്തെ ആൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റു സംവിധാനങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു 4-5 പേര് ഒരുമിച്ച് ചായ ഓടിക്കാൻ വന്നിരുന്നപ്പോൾ ചിന്തിച്ചു കൂട്ടി ഒടുവിൽ അവസാനം ഒരു റോക്കറ്റായി. അങ്ങനെയാണോ? അല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന എടുത്തേ. പേനയുടെ കമ്പനി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കമ്പനി പോയിട്ടുണ്ടോ? അയ്യോ, ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളുടെ മൂക്കിൻ്റെ നേരെ ഒന്ന് പിടിച്ച് മൂക്കിനകത്തിട്ട് കുത്തരുത്. അതിൻ്റെ അറ്റത്ത് കണ്ട, അതിൻ്റെ നിബിൽ കണ്ട ഒരു കളറ്. എന്തോ കളറ്? നീല കളർ അല്ലെങ്കിൽ ചുവന്ന കളർ. പെൻസിൽ ഉപയോഗിക്കരുത്. പെൻസിലല്ല ഞാൻ പറഞ്ഞു, ഞാൻ പേനയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടണം. ഇതിൻ്റെ ഈ ബോള്, ലക്ഷക്കണക്കിന് ബോളുകൾ ഒരു സിലിണ്ടറിനകത്ത് വെച്ചിരിക്കും. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഈ ബോൾ കൺവെയർ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത് ഇതിന്റെ നിബ്ബ് വേറൊരിടത്തായിരിക്കും. ഈ ബോൾ കൃത്യം ഈ നെബിനകത്ത് ടക് 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 എന്ന് പറഞ്ഞ് വീണുകൊണ്ടിരിക്കും. അല്പം കൂടെ കഴിയുമ്പോൾ ഈ നിബ്ബ് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇതിന്റെ ട്യൂബിനകത്തോട്ട് ഈ നിബ്ബ് ആന്ന് കയറും. അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ട്യൂബ് തിരിഞ്ഞു വരും. അതിനകത്ത് ഈ മഷി ഇഞ്ചക്ട് ചെയ്യാനായിട്ട്. അപ്പൊ മഷി ഇങ്ങനെ മഷി കയറിക്കൊണ്ടിരിക്കും. ഒടുവിൽ അവസാനം ഇതിന്റെ പുറംചട്ട, ഇതിന്റെ ഈ പുറത്തുള്ള ഈ ഭാഗം, ഇത് വേറൊരിടത്തായിരിക്കും. അത് കൃത്യമായിട്ട് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യുന്നു. ഒടുവിൽ അവസാനം ഒരു ലേബൽ ഒട്ടിക്കുന്നത് വേറൊരിടത്താണ്. എന്റെ ചോദ്യം ഇതാണ്, ഇതിന്റെ ബോള് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കറിയാമോ ഇത് ഫൈനലി പേനയാകുമെന്ന്? അറിയാമോ? അറിയാം. നിങ്ങൾ ഓരോരുത്തരും അറിയണം നിങ്ങൾ ഫൈനലി എന്താകുമെന്ന്. യാദൃച്ഛികമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്നവരല്ല നമ്മൾ. അതുകൊണ്ടാണ് ഒരു പസിൽ ഗെയിം, നമുക്കറിയാം, നല്ല രസകരമായ ഒരു പസിൽ ഗെയിമാണ്. ഇവിടെ ഞാൻ പതുക്കെ നിങ്ങളുടെ കോളേജ് ലൈഫിനെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ബിഹേവിയർ നമ്മുടെ വിജയമായിട്ട് ബന്ധമുണ്ട്. അതിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇതേതാണ് സ്ഥലം? അപ്പോൾ ഇതിനെ ഞാൻ പല കഷണങ്ങളായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഈ കഷണം ഇദ്ദേഹത്തിന് നിങ്ങൾ വച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് നാക്കൊണ്ടങ്ങ് ചിന്തിച്ചു. ഇദ്ദേഹം പറയാണ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, എന്നെ പിടിച്ച് ഇവിടെ ഇരുത്ത് ചേട്ടാ. ഉടനെ ഇവൻ പറയാണ്, ഞാനിങ്ങനെ ആകാശത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്നാൽ പറ്റത്തില്ല, എന്നെ പിടിച്ച് ഇവിടെ നടുക്കിരുത്ത്. ഉടനെ ഈ നടുക്കുള്ള ഈ പിക്ചർ പറയാണ്, ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന ആളുകൾ എന്നെ ചവിട്ടിയാണ് അകത്തോട്ട് കയറുന്നത്, എന്നെ പിടിച്ച് ഇവിടെ ഇരുത്ത്. ഇത് പെർഫെക്റ്റ് ആവോ? മലയാളത്തിൽ പറഞ്ഞ ഇതിന് എന്തു പറയാം? ഇരിക്കേണ്ടവൻ ബാക്കി പൂരിപ്പീര്. ഇരുന്നാല് പിക്ചർ പെർഫെക്റ്റ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിലെ എല്ലാം മറ്റൊരാളാകാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഈ കോളേജിൽ വന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. ദിസ് ഈസ് യുവർ ബിഗിനിങ്.
ഇവിടെ നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കരുത്. അവൾ അങ്ങനെയാണ് എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഇവൻ ഇങ്ങനെയാണ് എന്തുകൊണ്ട് എനിക്കും പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, മറ്റവൻ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അപ്പോൾ ആരെങ്കിലും ആരും ശ്രദ്ധിക്കപ്പെടാനായിട്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിവെച്ചിട്ട് ലക്ഷ്യത്തെ മറക്കുന്നു, നമ്മൾ നമ്മുടെ പഠനത്തെ മറക്കുന്നു, സകലവും മറന്ന് നമ്മൾ വേറെ ആരെങ്കിലും ആകാൻ ശ്രമിക്കും. ഞാൻ 8ാം ക്ലാസ്സിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നി ഈ മോഹൻലാൽ മുണ്ട് മടക്കി ഇങ്ങനെ ഊരി അടിക്കുന്ന ഒരു അത് കൃത്യമായിട്ട് അറിയാം. ന്യൂട്ടന്റെ 3rd ലോ ഓഫ് മോഷൻ ആർക്കറിയാം? വെരി ഗുഡ്, അതും അറിയാം. അപ്പം നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഈ മുണ്ട് ഊരി അടിക്കുന്ന ഒരു സിനിമ അന്ന് ഇതിങ്ങനെ ഫേമസ് ആയ സമയമാണ്. അപ്പൊ ഇതിൽ ഒരുത്തനാണെങ്കിൽ ഈ മോഹൻലാലിനോട് ഭയങ്കര അമിതമായ ഭയങ്കരത. ഞാൻ കേരള സ്റ്റേറ്റിന് വേണ്ടി ഓടിയ ഒരു ഓട്ടക്കാരനാണ്. അതായത് ഞാൻ 800 മീറ്റർ അത്ലറ്റാണ്. ഇപ്പൊ കണ്ട ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവൻ ഇതുപോലെ നല്ല ഓട്ടക്കാരനായിരുന്നു, നല്ല ഓട്ടക്കാരനാണ്. അപ്പൊ ഇവൻ ഈ മോഹൻലാലിന് ഇങ്ങനെ തലയിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ എല്ലാ ബുധനാഴ്ച ഞങ്ങൾക്ക് ഈ കളർ ഇടേണ്ട ദിവസമാണ്. അന്ന് ഇവൻ മുണ്ട് കൊടുത്തോണ്ട് വരും. അതുകൊണ്ട് ചിലപ്പോൾ ക്ലാസ്സിൽ വരും പെമ്പിള്ളാർക്ക് പോലും പേടിയാണ്, എങ്ങാനും വല്ല അടി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എൻ്റെ ഒരു പിടുത്തം കിട്ടത്തില്ല. എന്തായാലും ഇവൻ ക്ലാസ്സിൽ വരുമ്പോൾ മുണ്ട് കൊടുത്തോണ്ട് വരത്തുള്ളൂ. ഇവൻ്റെ റൂമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. മോഹൻലാൽ ഇരിക്കുന്നതും നിൽക്കുന്നതും പല്ല് തേക്കുന്നതുമായിട്ടുള്ള ഫോട്ടോ എല്ലായിടത്തും ഇങ്ങനെ പതിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവന് മിലിറ്ററിയിൽ ജോലി കിട്ടി. ഇവന് മിലിറ്ററിയിൽ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ 6 മാസം നടക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോ ഓരോ 50 പേരെ വീതം വെച്ച് കേണൽ റെഡിയായിട്ട് നിർത്തി നടക്കാൻ പഠിക്കും. എന്തോ അബദ്ധവശാൽ ഇവൻ വന്നു ഫ്രണ്ടിൽ. അപ്പൊ നടന്ന ഏതാണ്ട് ഒരാഴ്ചത്തെ പ്രാക്ടീസിന് ശേഷം ഓരോരുത്തരെ ഇങ്ങനെ ഈ കേണൽ മുന്നിലൂടെ വിടുകയാണ്. അപ്പൊ ഇവൻ നടന്നു പോകുമ്പോൾ ഇവന്റെ നടത്തം കണ്ടപ്പോഴത്തേക്ക് കേണൽ എടാ നിർത്ത, നീ എന്തോ ഇങ്ങനെ നടക്കുന്നത്, അവന്റെ നടത്ത ഏത് രീതി എന്ന് മനസ്സിലായോ? പുള്ളിയുടെ മനസ്സിൽ മുഴുവൻ ഞാൻ ആരാണ്? മോഹൻലാലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ നടന്നാലേ സ്റ്റൈലുള്ളൂ. പക്ഷെ ആ നടത്ത അവന്റെ കരിയറിനെ ബാധിച്ചു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ പാസിംഗ് ഔട്ടിന്റെ ഒരു ടൈം ആയപ്പോൾ, അതായത് ഈ നടത്തത്തിന്റെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു സമയമായപ്പോൾ ഇവൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇവന്റെ ബാക്കിൽ പഞ്ചാബി, അതിന്റെ ബാക്കിൽ ആസാമി, അതിന്റെ ബാക്കിൽ തമിഴൻ, അതിന്റെ ബാക്കിൽ ഈസാമി, അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. ഫ്ലാഗ് ഓൺ ചെയ്തു. കേണൽ നോക്കിയപ്പോൾ ഇവൻ മാത്രമല്ല, ഇവന്റെ ബാക്കിൽ നടക്കുന്ന 4-5 പേരും ഇവനെ പോലെ നടക്കാൻ തുടങ്ങി. അന്ന് ഇവനെ മിലിറ്ററിയിൽ നിന്ന് ഔട്ടാക്കി. ഇവൻ ജീവിതത്തിൽ ഒരിടത്തും എത്താതെ മദ്യപിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ ഇവനെ കണ്ടുമുട്ടുന്നത്. ഇവൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാടാ, ഞാൻ അന്ന് എൻ്റെ വ്യക്തിത്വം മാറ്റിവെച്ച് മറ്റൊരാളാകാൻ ശ്രമിച്ചത് കൊണ്ട് എൻ്റെ കരിയറിനെ പോലും അത് ബാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ വേറൊരാളാകാൻ ശ്രമിക്കരുത്. ഇപ്പൊ മുടി നീട്ടി വളർത്തുന്ന ഒരു പണ്ട് ധോണിക്കുണ്ടായിരുന്നു. ധോണി ആയിരുന്നു മനസ്സിലായല്ലോ, ക്രിക്കറ്റ് കളിക്കാൻ. അപ്പം ഞാൻ ഒരിക്കലും ഒരു ബസ്സിൽ കയറിയപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. ഞാൻ എന്നോട് ചോദിച്ചോടാ നല്ല സ്റ്റൈലാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നല്ല സ്റ്റൈലാണല്ലോ, എന്തോ പരിപാടി? അവൻ പറഞ്ഞു ഞാനിപ്പോൾ കോളേജിലാണ് പഠിക്കുന്നത്, ഞാൻ ധോണിയാകാനായിട്ടുള്ള ശ്രമമാണ്. ധോണിയായിരിക്കുന്നതിൻ്റെ കാരണം ധോണിയുടെ അച്ഛനും അമ്മയാണ്. ധോണിയാണ്, സോണിയാണ്, മാണിയാണ്, ജോണിയാണ്. നിങ്ങളുടെ കൂട്ടുകാരി എന്ത് ചെയ്യുന്നു? അയ്യോ എങ്കിൽ പിന്നെ ഞാനങ്ങ് വറീഡാണ്. ആ വറി നിങ്ങളെ പഠിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അവൾ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു. അത് നിങ്ങളുടെ മൈൻഡിനെ ഭയങ്കരമായിട്ടിട്ട് അലട്ടും. നിങ്ങൾ രാത്രി മുഴുവൻ ചിന്തിക്കുന്ന പിന്നെ എങ്ങനെ അവനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം പതുക്കെ അങ്ങ് മാറുന്നു. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കരുത്. വാട്ട് ഈസ് യുവർ ബിസിനസ് നൗ? നിങ്ങളുടെ ഈ പ്രായത്തിലെ ഈ വരുന്ന 3 വർഷത്തെ 4 വർഷത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? ടീച്ചറാകണം. ടീച്ചറാകുന്നതിനുള്ള ട്രെയിനിങ് അല്ലേ? നിങ്ങൾക്ക് എന്താണോ ഏറ്റവും പ്രധാനം അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ചിന്തിച്ചു നോക്കുക, നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ ഉറക്കം, ഓപ്ഷൻ ബി യൂട്യൂബ്, ഓപ്ഷൻ സി വാട്സപ്പ്, ഓപ്ഷൻ ഡി തീറ്റി ഉറക്കം. ചിലർക്ക് അങ്ങനെ തിന്നണം ഉറങ്ങണം ഒറ്റ ലക്ഷ്യമുള്ളൂ. അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ പഠിത്തം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യണം. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഇതാണ്, പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ അടുത്ത് പറയുന്ന ടെക്നിക്സ് ചെയ്താൽ മതി, ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതായത് നിങ്ങളെ തമ്പാനൂർ ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയാലും നിങ്ങൾ സ്കൂളായിട്ട് പഠിക്കും. പറയട്ടെ, നട്ടിൽ നേരെ വെച്ചോ. നട്ടിൽ നേരെ വയ്ക്കുന്നു,
കൈ ലൂസാക്കിയിട്ടിരിക്കുക. ലൂസാക്കി നിങ്ങളുടെ മടിയിലോട്ട് വെച്ചോ. ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. 1, ഏതെങ്കിലും പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷിയോ മൃഗമോ? രണ്ട്, ഏതെങ്കിലും വാഹനങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വാഹനത്തിൻ്റെ ഹോണാകാം, വാഹനത്തിൻ്റെ മറ്റെന്തെങ്കിലും ശബ്ദമാകാം. വാഹനത്തിൻ്റെ മാത്രം ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഞാനല്ലാതെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ നിന്നാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. യന്ത്രങ്ങളുടെ ഏതെങ്കിലും ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. അവസാനമായിട്ട് ഏതെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ്? ഞാൻ പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവൂ. ഓക്കെ, കണ്ണു തുറന്നോ. ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ശബ്ദം നിങ്ങൾ കേട്ടോ? ആരും കേട്ടില്ല? ഇല്ല. രണ്ടാമത് ഏതാണ് പറഞ്ഞത്? വാഹനങ്ങളുടെ അല്ലേ? ഏതെങ്കിലും കേട്ടോ? ഏതെങ്കിലും വാഹനങ്ങളുടെ ശബ്ദം? ഒന്നും കേട്ടില്ല, ആരും കേട്ടില്ല. മൂന്നാമത് ഏതാണ് പറഞ്ഞത്? ആരെങ്കിലും സംസാരിക്കുന്ന ശബ്ദം. ഏതെങ്കിലും കേട്ടോ? ആരെങ്കിലും ദൂരെ നിന്ന് കേട്ടു? സാറിൻ്റെ സംസാരം കേട്ടു. വേറെ ഒരു ഇത് കേട്ടു. ഒരു പലരുടെ ശബ്ദം ഇങ്ങനെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ, ചിലർക്കൊക്കെ. ഓക്കെ. നാലാമത് എന്താണ് പറഞ്ഞത്? യന്ത്രങ്ങളുടെ. ഏതെങ്കിലും യന്ത്രത്തിൻ്റെ ശബ്ദം കേട്ടോ? ഫാനിൻ്റെ ശബ്ദം കേട്ടോ? ഏതിൻ്റെ? കേട്ടില്ല. ഫോണിൻ്റെ. ഓക്കെ. വേറെ അവസാനം ഞാൻ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും കേട്ടോ? ഓക്കെ. ഗ്ലാസിൻ്റെ ശബ്ദമൊക്കെ കേട്ടോ? നടക്കുന്ന കാലൊച്ച കേട്ടോ? ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കാലൊച്ച കേട്ടോ? ഫാനിൻ്റെ ശബ്ദം കേട്ടോ? ഫാൻ ഓൺ ആയിരുന്നു, പക്ഷെ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഫാനിൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? പക്ഷെ ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് പല വാഹനങ്ങളുടെ ശബ്ദം, പലപ്പോഴും വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ എന്താണോ ശ്രദ്ധിക്കാൻ പറഞ്ഞ അതിൽ മാത്രമായിരുന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ശബ്ദം. അപ്പൊ നിങ്ങൾ പരമാവധി എല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. നമ്മളുടെ തലച്ചോറിനുള്ള ഒരു സംവിധാനമാണ് അരിപ്പ. നിങ്ങൾ എവിടെ ഇരുന്നാലും, തമ്പാനൂര് കൊണ്ടിരുത്തിയാലും നിങ്ങളുടെ മനസ്സിൽ ആദ്യം പറയണം, ഞാൻ ഇത് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ചത് കൊണ്ടാണ് ഫാൻ കറങ്ങുന്ന ശബ്ദം പോലും നിങ്ങൾ ശ്രദ്ധിക്കാത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ടിവിയും അപ്പുറത്തെ വീട്ടിലെ ബഹളവും അതുപോലെ തന്നെ ഇപ്പുറത്തെ പാട്ടിന്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് അവഗണിക്കാൻ സാധിക്കും, നിങ്ങൾ വിചാരിച്ചാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കഴിവ്. പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മുടെ കഴിവില്ലായ്മ എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ഇടും. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, ഞാൻ വെറും വേസ്റ്റ്. രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്, കഴിവുകളെ കണ്ടെത്തുക. കഴിവുകളെ കണ്ടെത്തുക. ഞാൻ ഒരൊറ്റ സെക്കൻഡ് തരികയാണ്, നിങ്ങളുടെ 3 കഴിവുകൾ നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തണം. 3 എണ്ണം, ഏതെങ്കിലും 3 എണ്ണം. റെഡി? 1 2 3 ഗോ. യെസ്, 3 എണ്ണം. പെട്ടെന്ന് എല്ലാവരോടും സംസാരിക്കാനുള്ള സംസാരിക്കാൻ രാവിലെ എഴുന്നേക്കാനുള്ള കഴിവ്, പല്ല് തേച്ചാ വൃത്തിയാകാനുള്ള കഴിവ്,
ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിവുകളുടെ അനന്ത സാധ്യതയാണ് നിങ്ങൾക്ക്. കൊച്ചങ്ങ എന്നല്ല പറയുന്നത്. ഇതിന് തലകുത്തനെ വെച്ചിരിക്കുന്നതാണ്. എന്ത് സാറേ ഇങ്ങനെ ഇരിക്കുന്നൊന്നും ചോദിച്ചു കളയരുത്. ഇതിനെ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, പണ്ടൊക്കെ ഞങ്ങൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് തന്നെ ഒരു 10-12 കൂട്ടം കളികളുണ്ട്. എന്തൊക്കെ കളിയാണ്? ഇങ്ങനെ കറക്കും കിറന്ന്. വേറെ പമ്പരം, ഉരുട്ടുന്ന വണ്ടി, ചെവിയിൽ ഇടുന്നത്, വേറെ ഉരച്ചിട്ട് മുഖത്ത് തേക്കുന്നത്, അത് തന്നെ. വെരി ഗുഡ്. തലവേദനയ്ക്ക് തേക്കും. അപ്പൊ ഈ സാധനത്തെ നമ്മൾ പലപ്പോഴും കണ്ണിൽ കാണുമ്പോൾ കളിക്കാനായി ഉപയോഗിക്കുന്നതും കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നതാണെങ്കിലും ഇത് തെങ്ങിലിരുന്നിട്ട് വളർന്ന് വലുതായി ഈ സാധനം, അതായത് ഈ തേങ്ങയെ നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുത്ത് കുഴിച്ചിട്ടാൽ ഈ തേങ്ങ വീണ്ടും മറ്റൊരു തെങ്ങായി 100 കണക്കിന് തേങ്ങകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള DNA സിസ്റ്റം ഇതിനകത്തുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കറക്കാനുള്ള പമ്പരങ്ങളായി തീരരുത് നിങ്ങൾ. ആരെങ്കിലുമൊക്കെ കളിയാക്കുന്ന ഒരു വ്യക്തിയായി തീരരുത് നിങ്ങൾ വളരെ ഫലം ഉണ്ടാക്കി മറ്റുള്ള അനേകരുടെ ദാഹം തീർക്കുന്ന രീതിയിൽ വരും വർഷങ്ങളിലായിത്തീരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാലിബർ അറിയണം, നിങ്ങളുടെ കപ്പാസിറ്റി അറിയണം, നിങ്ങളുടെ ഉള്ളിലെ കഴിവെന്താണെന്നറിയാം. നമ്മളൊക്കെ അനന്ത സാധ്യതയുള്ളവരാണ്, ഭയങ്കര കഴിവുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ് ഒരു പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കുറവുകളെ തിരിച്ചറിയുകയും ചെയ്യണം. അതും ഒരു പ്രധാനമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. എൻ്റെ പല കുറവുകളും എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ അധ്യാപകരാണ്. നമ്മുടെ നമ്മുടെ കുറച്ച് സൈക്കോളജി ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ തലച്ചോറിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്തെന്നറിയോ? നമ്മുടെ കുറവുകൾ ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയില്ലയോ? ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ കാര്യം നോക്കാൻ പൂരിപ്പിക്കുക. പക്ഷേ നമുക്ക് ഈ ഈശ്വരൻ തന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ പോലെ തന്നെ അധ്യാപകരും ഈ ജലസി ഇല്ലാത്ത ഒരു പ്രധാന വിഭാഗക്കാർ അധ്യാപകരാണ്. ഞാൻ പലയിടത്തും അത് പറയാറുണ്ട്. എന്തെന്നറിയാമോ? ഏതൊരു മേഖലയിലും കൂടെ ഉള്ള ആൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അറിയാതെ ഒരു അസൂയ വരും. പക്ഷെ അധ്യാപകർക്ക് മാത്രമേ ഉള്ളൂ സ്വന്തം വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അപാര സന്തോഷമാണ്. ഇപ്പൊ കമ്പനികളിലാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ IT ഫീൽഡിലാകട്ടെ കൂടെ ഉള്ള ആൾ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആൾ വളർന്നു വരുമ്പോൾ ഭയങ്കര ഒരു വല്ലായ്മ തോന്നും. അത് രാഷ്ട്രീയത്തിൽ പോലും. പക്ഷെ അധ്യാപകരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവൻ വളർന്നു വരണം, എന്നെക്കാളും വളരണം, എന്നെക്കാളും വലിയ അധ്യാപകനായി തീരണം, എന്നെക്കാളും അനേക കോളേജിൽ പഠിപ്പിക്കണം, എന്നെക്കാളും കിടിലാവണം. അപ്പോൾ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ട്രെയിനിങ് പീരീഡിൽ നമ്മുടെ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം. പക്ഷെ ഈ കുറവുകളെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞ് അതൊന്ന് ശരിയാക്കാൻ പഠിക്കണം. അത് സക്സസ്സിലേക്കുള്ള ഒരു വഴിയാണ്. എൻ്റെ അടുത്ത് ആരും എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ആരും ഒന്നും പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് ഫ്ലെക്സിബിൾ, ഇഫ് യു ആർ നോട്ട് ടീച്ചബിൾ, നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് എത്താൻ പോകുന്നില്ല. പക്ഷെ പരമാവധി ടീച്ചബിൾ ആയാൽ, ഫ്ലെക്സിബിൾ ആയാൽ, നിങ്ങളെ തന്നെ നിങ്ങളുടെ തെറ്റുകളോ കുറവുകളോ നിങ്ങളുടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പോയാൽ നിനക്ക് ഇങ്ങനത്തെ കുഴപ്പം വരും, അതുകൊണ്ട് ശ്രദ്ധിച്ചോണം എന്നവർ പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ യു വിൻ, നിങ്ങൾ വിന്നേഴ്സിന്റെ പടിയിലോട്ട് പോകും. തീർച്ചയായിട്ടും അതിനൊരു സംശയമില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകുകയാണ്. ഡെവലപ്പ് ഗോൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിന്റെ ആശയത്തിലോട്ട് പറയും മറികടക്കുക എന്ന് പറയും. നമുക്ക് മറികടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മറികടക്കുക, ഓവർകം ചെയ്യുക. എന്തൊക്കെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെയാണ് അല്പം കൂടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കുറച്ച് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഫീൽ ഫ്രീ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഷൂട്ട് ഓൺ മീ. ഓക്കെ, എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവസാനം നിങ്ങൾക്ക് ചോദിക്കാം. മറികടക്കുക എന്ന് പറഞ്ഞാൽ നിഷേധാത്മ ചിന്തകളെ മറികടക്കണം. നിഷേധാത്മ ചിന്തകൾ ഇവൻ നമ്മളെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. നിഷേധാത്മ ചിന്തകൾ. പ്ലീസ് കം. യെസ്, ഞാൻ ഇദ്ദേഹത്തെ
ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്നോയേ. അതെ, ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഞാൻ ഒരാളെ വിളിച്ചു നിർത്തി, എന്നിട്ട് അടുത്ത ആളോട് എനിക്ക് അങ്ങനെ തോന്നിയില്ല, എന്നെ കുറിച്ച് എന്തോ പറഞ്ഞ പോലെ തോന്നി. എന്നെ കുറിച്ച് എന്താ പറഞ്ഞ പോലെ തോന്നി. ഇതാണ് ആദ്യം മാറ്റേണ്ടത്. പോയിരുന്നോ? നിങ്ങൾ രണ്ടുപേരും റോട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പെട്ടെന്ന് നിങ്ങളെ കണ്ടു. നിങ്ങൾ വരുന്ന വഴിക്ക് ടീച്ചർ നിങ്ങളെ കണ്ടു. നിങ്ങളെ കണ്ടിട്ട് ടീച്ചർ വന്നിട്ട് ചിലപ്പോൾ തൊട്ടടുത്ത ഒരു ടീച്ചറിനോട് എന്തോ പറയുകയാണ്. പറഞ്ഞത് ചിലപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഓട്ടോ പിടിച്ചാണ് വന്നത്, താമസിച്ചു പോയി. പക്ഷെ നിങ്ങളത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്തോ ചിന്തിക്കുന്നത്? ഞാൻ അവളുമായിട്ട് സംസാരിച്ച ടീച്ചർ വന്നിവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതേ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ആ പീരീഡ് മുഴുവൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കിട്ടിയെന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ നിഷേധാത്മക ചിന്തകൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്നെക്കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത്. അവൾ എന്നെക്കുറിച്ചേ പറയത്തുള്ളൂ. അവൾ ഇന്നലെ വന്നപ്പോൾ എന്നെ കണ്ടിച്ചിരിച്ചു, ഇന്ന് എന്നെ കണ്ടിച്ചിരിച്ചില്ല. കാരണം എന്ത്? കാരണം അതാണ്. ചിലപ്പോൾ ടെൻഷനായിരിക്കും, ചിലപ്പോൾ മറന്നുപോയതായിരിക്കും, ശ്രദ്ധിക്കാത്തതായിരിക്കും. അപ്പൊ ഈ ഒരു സാധനം അന്നത്തെ ദിവസത്തെ മുഴുവൻ നമ്മുടെ പഠനത്തെയും ബാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിഷേധാത്മക ചിന്തകളൊക്കെ മാറ്റുക. ധാരണകൾ എന്നുള്ള ഒരു സാധനമുണ്ട്, പെർസെപ്ഷൻ. ചില നല്ല ധാരണകളുണ്ട്, ചില കുഴപ്പം പിടിച്ച ധാരണകളുണ്ട്. ഇവിടെ തെറ്റിദ്ധാരണകൾ മറികടക്കുക എന്നുള്ളൊരു സാധനത്തിലോട്ട് പോകണം. ഒരു ചെറിയൊരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒറ്റ നോട്ടത്തിൽ ഉത്തരം പറയണം. ഇതിനെ ഇങ്ങനെ കൂടുതലൊന്നും ആലോചിക്കരുത്. എന്താണ് കാണുന്നത്? സ്റ്റാർ. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ. ഇപ്പൊ എന്താണ് കാണുന്നത്? ക്യൂബ്. വെരി ഗുഡ്. ഇപ്പൊ എന്താണ് കാണുന്നത്? പട്ടി. അപ്പോൾ ആദ്യത്തേത് എന്താണ്? രണ്ടാമത്തത്? മൂന്നാമത്തത്? പട്ടി, അല്ലെങ്കിൽ ഏതോ ഒരു മൃഗം, അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഇതിലെവിടെയാ സ്റ്റാർ ഒന്നൊന്ന് കണ്ടുപിടിച്ച? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സർക്കിളിനെ ഇങ്ങനെ വെട്ടി ഇവിടെ വച്ചു. അതിന് ഏതാണ്ട് സമദൂരത്തിൽ ഇപ്പുറത്തൊന്ന് വെച്ചു, ഇവിടെ ഒന്ന് വെച്ചു, ഇവിടെ ഒന്ന് വെച്ചു, ഇവിടെ ഒന്ന് വെച്ചു. ഈ സ്റ്റാർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതാണ് നമ്മുടെ ധാരണ. ഇതിങ്ങനെ വന്നാൽ ഇതിനകത്ത് നിങ്ങൾ കാണേണ്ടത് കാണുന്നതിന് പകരം ഇവിടെയും വെള്ളയുണ്ട്. ഈ വെള്ളയെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ വെള്ളയെ ഒന്നും നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ ഈ വെള്ളയെ തന്നെയാണ് നിങ്ങൾ സ്റ്റാർ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടത്തെ ഈ വെള്ളയോ വച്ചിരിക്കുന്നതെന്ന് ഞാൻ ധരിച്ചു. നമുക്ക് തോന്നും. യെസ്, അതാ ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ വച്ചിരുന്നെങ്കിൽ, അതായത് ഇത്രയും സാധനങ്ങൾ ഞാൻ പല കഷ്ണങ്ങളായിട്ട് കയ്യിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നത്തില്ലായിരുന്നു. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. ഇവിടെയും ഞാൻ പല റൗണ്ടുകളിനെ ഇടയ്ക്കിങ്ങനെ ഒരു വയ്യാക്കി ഇവിടെ വേറൊരു ഷേപ്പാക്കി. പക്ഷെ ഇതിനെ കൃത്യം അകലങ്ങളിൽ സാറ് ഇങ്ങനെ വച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ക്യൂബാണ്. എന്തായാലും നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആ മോളെ ഞാൻ പ്രശംസിക്കുകയാണ്. താങ്ക് യു. നല്ല ധൈര്യശാലിയാണ് കേട്ടോ. അതാണ് വേണ്ടത്. അപ്പോ ഇത് ഒരു മൃഗം ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഉടനെ പോയത് മൃഗത്തിലോട്ടാണ്. ഇതാണ് ധാരണകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. നമ്മുടെ എല്ലാ ധാരണകളും ശരിയായിരിക്കണമെന്നില്ല. ഞാൻ ഇങ്ങനെ പോയാൽ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, എങ്കിൽ പിന്നെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റത് തന്നെ. കാരണം ഇന്നലെയും ടീച്ചർ എന്നെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത നോട്ടമാണ് നോക്കിയത്. അപ്പൊ ടീച്ചർ മനഃപൂർവ്വം എൻ്റെ മാർക്ക് കുറച്ചതാണ്. ധാരണ. അപ്പൊ ഈ മുൻധാരണകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഈ മുൻധാരണയൊക്കെ എടുത്ത് മാറ്റിവെക്കുക. കാരണം ഈ മുൻധാരണകൾ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ തകർക്കും. എത്ര വർഷമാണ് നമ്മളിവിടെ പഠിക്കുന്നത്?
2 വർഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കലാലയത്തെ സ്വർഗമാക്കാം അല്ലെങ്കിൽ നരകമാക്കാം. സോ യു ഡിസൈഡ്. നിങ്ങളുടെ മുൻധാരണകളാണ് ചിലപ്പോൾ നിങ്ങളെ മനഃപൂർവ്വം നിങ്ങളുടെ ആ ഒരു പഠിക്കാനുള്ള ഈ 2 വർഷത്തെ കുഴപ്പം പിടിച്ച ഒരു സ്ഥലമാക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്തകൾ, അത് വേറൊരു മുൻധാരണ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇത് ചെയ്താൽ നടക്കത്തില്ല. രാവിലെ എഴുന്നേക്കാൻ മിക്കവാറും അലാറം വയ്ക്കുന്നവരാണ് നമ്മൾ പലരും, അല്ലേ? ബാക്കി പറ. എന്നിട്ട് അലാറം അടിക്കും. അലാറം അടിക്കുമ്പോ ഓഫ് ചെയ്യും, എന്നിട്ട് കിടന്നുറങ്ങും. ബാക്കി രാവിലെ എഴുന്നേറ്റ് പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇതുപോലെ പലവട്ടം ശ്രമിച്ചാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഈ കട്ടിയുള്ളതിനെ പറ്റത്തില്ല എന്ന് പറയും, വളരെ സിമ്പിൾ ആയിട്ടുള്ളതിന് ഈസി ആയിട്ട് അങ്ങ് ഇത് ചെയ്യും. പഠിക്കുന്ന കാര്യം പോലും നല്ല കട്ടിയുള്ള ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ ഉടനെ പറയും ഇതെന്നെ കൊണ്ട്. അപ്പൊ എളുപ്പമുള്ളത് പഠിക്കാം, അതല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇന്ന് ഈ സെമിനാർ കഴിഞ്ഞോടെ എല്ലാവർക്കും ബിരിയാണി തരുന്നു എന്ന് ചിന്തിക്കുക. തരത്തില്ല, തരുമെന്ന് ചിന്തിക്കുക. കൊതിപ്പിച്ചു കളഞ്ഞു സാറ്. സാറേ, ബിരിയാണി കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് തിന്നാൻ പറ്റുന്നത് അതിൻ്റെ ചിക്കൻ്റെ കാലുകളാണോ അതോ റൈസാണോ? പക്ഷെ നിങ്ങളുടെ കണ്ണ് ആദ്യം പോയി ചാടുന്ന ഏതിലാണ്? ചിക്കൻ്റെ കാലിൽ. എന്നിട്ട് ടീച്ചറിന്റെ മുഖത്ത് നോക്കുക, ഒരു പീസല്ലേ ഉള്ളൂ, 2 എണ്ണം കൂടെ ഇടാത്തെന്ത്? തീറ്റയിൽ മാത്രം നമ്മൾ കട്ടിയുള്ളത് കൂടുതൽ വാങ്ങും. പഠിക്കുമ്പോൾ കട്ടിയുള്ളത്, ടീച്ചർ എപ്പോഴും കട്ടിയുള്ളത് ഇടത്തുള്ളൂ. ജീവിതമേ കട്ടിയാണ്, എന്തിനീ കട്ടി? പക്ഷെ തിന്നാൻ പോകുമ്പോൾ പ്ലേറ്റിൽ 2 പ്രാവശ്യം പ്ലേറ്റിൽ നോക്കും, ആളുടെ മുഖത്ത് നോക്കും, ഇട. അപ്പൊ ഇവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ധാരണകൾ മാറ്റുക. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്, എന്നെ കൊണ്ട് പറ്റും. പണ്ട് സ്കൂളുകളിൽ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങളും പാടുന്ന ഒരു പാട്ടായിരിക്കും. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart that I do believe that we shall overcome someday. നമ്മൾ വിജയിക്കും. എന്നെ കൊണ്ട് പറ്റും. നമ്മുടെ എല്ലാവരുടെയും ഈ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിനുള്ള സകല സംവിധാനങ്ങളും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുത്തൻ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങും, പലവട്ടം വീഴുന്ന ആൾ ഉടനെ തന്നെ വീണ് കിടന്നിട്ട് പറയാണ് ഞാൻ ഇനി 18 വയസ്സാകാതെ സൈക്കിൾ ചവിട്ടത്തില്ല. അങ്ങനെ പറയുമോ? ഇല്ല. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന കൊച്ചുകുട്ടികൾ നമുക്കറിയാം, അവർ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം വാരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യും? അതും കൂടെ എടുത്തങ്ങ് കഴിക്കും. അല്ലാതെ ഞാൻ നല്ലവണ്ണം കഴിക്കാൻ പഠിക്കാതെ ഞാൻ ഇനി കഴിക്കത്തില്ല എന്ന് തീരുമാനിക്കും? ഇല്ല. പടി കയറുന്ന പിള്ളേർ പടി കയറുമ്പോൾ വീണ ഉടനെ തന്നെ ഇവൻ കരഞ്ഞിട്ട് അടുത്തെന്തോ ചെയ്യുന്നത്? വീണ്ടും പടി കയറാനാണ് പോകുന്നത്. പക്ഷേ 15 ഒരു 13 കൗമാര പ്രായത്തുമ്പോൾ നമ്മൾ നേരെ റിവേഴ്സ് ആവും. നമ്മൾ വീണിട്ട് ഞാൻ പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിതിന് കഴിവില്ല, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. നിങ്ങളെ കൊണ്ടേ നടക്കത്തുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു പുലി മുയലിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് 1-ാം ദിവസം ശ്രമിച്ചു, 2-ാം ദിവസം ശ്രമിച്ചു, 3-ാം ദിവസം ശ്രമിച്ചു, കിട്ടുന്നേയില്ല. ഒടുവിൽ 4-ാം ദിവസം ഇങ്ങനെ വിഷണ്ണനായി വരുന്ന പുലി 4-ാമത്തെ ദിവസം ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ പുലി അടുത്തെന്തോ ചെയ്യും? അടുത്ത ദിവസം ശ്രമിക്കും. അല്ലാതെ ഏതെങ്കിലും പുലി തിരിച്ചു വന്നിട്ട് ഫാനിൽ തൂങ്ങി ചാകുന്ന കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ചക്കിപ്പൂച്ച എന്നെ മറ്റേ പൂച്ച ചതിച്ചു, അതുകൊണ്ട് വെള്ളത്തിൽ ചാടി ഞാൻ ചാകുകയാണ്, കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യും. നമ്മുടെ സ്വഭാവം അതാണ്. നമ്മൾ ഒന്ന് തോറ്റാൽ ഉടനെ പറയും എനിക്കിനി പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റുമെന്ന് വേണം പറയാനായിട്ട്, എന്നെ കൊണ്ട് സാധിക്കും. ഇത് നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വയ്ക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ലോകത്തിൽ ആര് ചെയ്താലും ശരിയാകത്തില്ല, അതുകൂടെ പറയാം. നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടത് വേറെ ആര് ചെയ്താലും പറ്റത്തില്ല, അത് നിങ്ങൾ ചെയ്താലേ പറ്റത്തില്ല. ഈ ക്ലാസ് ഞാൻ എടുത്താലേ ശരിയാകത്തുള്ളൂ. വേറെ ആൾ എന്നെക്കാളും നല്ല രീതിയിൽ എടുക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിലായിരിക്കും എടുക്കുന്നത്. എൻ്റെ സ്റ്റൈലിൽ എനിക്ക് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇതാണ് നമ്മുടെ വേറൊരു തെറ്റിദ്ധാരണ. ആണോ അല്ലയോ? ഈ കോളേജിൽ വന്നപ്പോഴേ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊരു തീരുമാനം ഇതാണ്, എന്നെ +2 അവിടെ ഇവിടെ ഇട്ട് തേച്ച പല പയ്യന്മാരുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തെ വിശ്വസിച്ചു പോരുത്.
ചില പയ്യന്മാരും അങ്ങനെയാണ്. കാരണം അവനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തേച്ച് കാണും. തേച്ച പെൺകുട്ടി അബദ്ധത്തിൽ നല്ല വെളുത്ത പെൺകുട്ടിയാണെങ്കിൽ അവൻ അപ്പോഴും തന്നെ ബ്രെയിനിൽ എഴുതി വെക്കും, ലോകത്തിൽ ഒരു വെളുത്ത പെൺപിള്ളാരും കൊള്ളത്തില്ല. ഒരു ചുരുണ്ട മുടിക്കാരൻ, നല്ല ചുരുണ്ട ഒരു മുടിക്കാരൻ, അദ്ദേഹം ചിലപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും തൊടുകയോ നോണ്ടുകയോ നുള്ളുകയോ ഒക്കെ ചെയ്താണ്. പിന്നെ നിങ്ങൾ ഏത് ചുരുണ്ട മുടിക്കാരനെ കണ്ടാലും ഒന്ന് സൂക്ഷിക്കണം, പുള്ളിക്ക് അല്പം പിരിയിളക്കമുള്ള പാർട്ടിയാണ്, ഇവരിങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരെയും ഒരുപോലെ കാണരുത്. നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിലുള്ള മറ്റൊരു സാധനമാണ്, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ടീച്ചർമാരിലൊന്നാണ് കണക്ക് ടീച്ചറും പിന്നെ പിന്നെ ഹിസ്റ്ററി ഇഷ്ടമില്ലാത്ത ആളുണ്ടോ? കണക്ക് ടീച്ചർ പൊതുവെ പലർക്കും. അതെന്താ കാരണം? കണക്കിഷ്ടമാണ്. അയ്യോ നല്ല പിള്ളേർ, ഓക്കെ രക്ഷപ്പെട്ടു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കണക്ക് ടീച്ചറിന് അന്ന് ആ സ്കൂളിൽ ഒറ്റ പിള്ളേർക്ക് ഇഷ്ടമല്ല, PT സാറിന് ഇഷ്ടമല്ലല്ലേ, അടിക്കും. അപ്പോൾ ലോകത്തുള്ള എല്ലാ PT ടീച്ചർമാരും കുഴപ്പക്കാരാണ്, അല്ലെ എല്ലാ കണക്ക് ടീച്ചർമാരും. കാരണം അന്നത്തെ കണക്ക് ടീച്ചർ കാരണം വടിയും കൊണ്ടേ വരത്തുള്ളൂ ആ ടീച്ചർ വരുമ്പോൾ. അതുകൊണ്ട് പിള്ളേരുടെ മനസ്സിലെ ചിന്ത കണക്ക് ടീച്ചർമാരെല്ലാം കുഴപ്പക്കാരാണ്. പിന്നെ ഹിസ്റ്ററി നല്ല കഥ പറഞ്ഞ് ഇങ്ങനെ കേൾപ്പിച്ചു, അപ്പൊ ഹിസ്റ്ററി ടീച്ചർമാരെല്ലാം സൂപ്പറാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതാണ്. ഈ പോലീസുകാർ, സത്യം പറയണം, പോലീസുകാർ ഒന്ന് ഉടനെ കേട്ടോടെ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? പക്ഷെ നമ്മുടെ വീട്ടിലൊരു പോലീസുകാരനുണ്ടെങ്കിലോ ചിന്ത മാറി. അപ്പൊ ഇവിടെ നമ്മൾ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് മാറ്റണം. കാരണം ഈ 2 വർഷം നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ സഹജീവികളുമായി നല്ല ബന്ധം പുലർത്തിയിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് സക്സസ് ആകാൻ പറ്റത്തില്ല. സക്സസ് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾക്ക് നേടാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കൂട്ടമായി നിന്ന് മാത്രമേ സക്സസ് നേടിയിട്ടുള്ളൂ. ഈ കലാലയത്തിൽ നിങ്ങൾ വരും വർഷങ്ങളിൽ ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു നല്ല ഗ്രൂപ്പിനെ ആയിരിക്കണം. ആരും തമ്മിൽ ചതിക്കരുത്, ആരും തമ്മിൽ വഞ്ചിക്കരുത്. ഈ ഒരു 2 വർഷം കൊണ്ട് ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ ഒരുത്തനൊരു കണ്ണുനീര് വന്നാൽ, ഒരുത്തനൊരു വിഷമം വന്നാൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറയാൻ പറ്റുന്ന കൂട്ടുകാരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അവിടെ നിങ്ങളുടെ പഠനത്തിന് ഇത് ഭയങ്കര ബൂസ്റ്റിംഗ് നൽകും. നിങ്ങൾ എത്തേണ്ടടുത്തെത്താൻ ഭയങ്കര നിങ്ങൾക്ക് ബൂസ്റ്റിംഗ് നൽകും. മറ്റത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ജീവിതമാണ്. ഞാനൊരിക്കൽ യാത്ര ചെയ്ത് ഹോങ്കോങ്ങിലെത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് വന്ന എല്ലാവരെയും രണ്ടുപേരെ ഇതും വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക റൂം തരികയാണ്. ആ അവസ്ഥയൊന്നും ആലോചിച്ചു. ഒട്ടും പരിചയമില്ലാത്ത ഏതെങ്കിലും ചൈനക്കാരൻ്റെ കൂടെ ഒരു 2 ദിവസം കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അവൻ ഇംഗ്ലീഷ് അറിയത്തില്ല, പിന്നെ എനിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, അവനും മലയാളം അറിയത്തില്ല, എനിക്കും മലയാളം അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല. അപ്പോൾ പാസ്പോർട്ട് പോലും ഞാനെടുത്ത്, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ വേറെ എന്ത് പോയാലും കുഴപ്പമില്ല, ഈ പാസ്പോർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ സ്വന്തം നാട്ടിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ പാസ്പോർട്ട് എടുത്ത് കട്ടിലിൽ ഈ തലേണിയുടെ ഇടയിൽ വെച്ച് അതിലിങ്ങനെ പിടിച്ചാണ് കിടന്നുറങ്ങുന്നത്. വേറെ എന്ത് പോയാലും കുഴപ്പമില്ല. വിശ്വാസമില്ലായ്മ. നിങ്ങൾ 2 വർഷം ഇവിടെ പഠിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് തമ്മിൽ വിശ്വാസമില്ലായ്മ വന്നു കഴിഞ്ഞാണല്ലോ അത് ഭയങ്കര ഒരു ഹൊറിബിൾ ടൈം ആയിരിക്കും, 2 years. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ആ ഒരു മൈൻഡ് സെറ്റപ്പിലോട്ട് വരുത്തണം. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. വിശ്വാസമില്ലായ്മ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ? പോളിയോ ബാധിച്ച് അമ്മയുടെ കൈകളിലേക്ക് ഡോക്ടർ ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കുട്ടി ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ അതേ കുട്ടി ആദ്യത്തെ ദിവസം, അതായത് സ്കൂളിൽ തുടങ്ങാൻ പോകുന്ന ആദ്യത്തെ ദിവസം 6 വയസ്സായപ്പോൾ ഇവൾ പറഞ്ഞു എന്നെ സ്കൂളിൽ വിടമ്മേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവളുടെ അമ്മ ഈ കുട്ടിയും കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി വിടുകയാണ്. സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടുത്തെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും എങ്ങനെയെങ്കിലും പിടിച്ച് ഇരുത്തി ഇവൾ എങ്ങനെയെങ്കിലും 2ാം ക്ലാസ് 3ാം ക്ലാസ് എത്തി. അപ്പോൾ 3ാം ക്ലാസ്സിൽ ഇവൾ ഓട്ടത്തിന്റെ മത്സരത്തിന് എത്തിയപ്പോഴത്തേക്കും ഇവൾ പറയുകയാണ്, എനിക്കും ഓടണം ടീച്ചറെ. ടീച്ചർ പറഞ്ഞു, നീ എങ്ങനെ ഓടും? ഒരു കമ്പും പിടിച്ച് 2 കാലും ഉപയോഗിച്ച് 3 കാലുകളിൽ നീ എങ്ങനെ ഓടാൻ പോകുന്നു? ഇല്ല ടീച്ചറെ, എനിക്ക് ഓടണമെന്ന് പറഞ്ഞിട്ട് ഇവൾ വീണ്ടും ഓട്ടം മത്സരത്തിന് പങ്കെടുത്തു. ഓട്ടം തുടങ്ങി. എല്ലാ കുട്ടികളും മുമ്പിലോടുമ്പോൾ കുട്ടികളെല്ലാം കളിയാക്കി ഇവൾ പലവട്ടം വീണു. എന്നാലും ഇവൾ നിരാശപ്പെട്ടില്ല. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ 5ാം ക്ലാസ്സിലെ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ഇവൾക്ക് കിട്ടി. ആ ഒരൊറ്റ ഇത് അവളെ ബൂസ്റ്റ് ചെയ്യാനായിട്ടിടയായി. അവൾ വീണ്ടും ഓടാൻ തുടങ്ങി. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ 3 സ്വർണങ്ങൾ നേടിയ ബുൾമ റുഡോൾഫ്.
ഒരു പെൺകുട്ടി വിചാരിച്ചപ്പോൾ ചരിത്രത്തെ തന്നെ മാറ്റാനായിട്ട് അവൾക്ക് സാധിച്ചു. എന്നെ കൊണ്ട് പറ്റും എന്ന ചിന്ത. അപ്പൊ ഇവിടെയാണ് നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ മറ്റുള്ളവരെയും വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോയി നിങ്ങളെ കൊണ്ട് ചിലത് സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുക. തമിഴ് ആർക്കെങ്കിലും വായിക്കാൻ അറിയാമോ? ഇത് കണ്ടാൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശൂലമുണ്ട്. ഏത് സിനിമയുടെ പേരായിരിക്കും? പടയപ്പ. എൻ്റെ അമ്മോ സമ്മതിച്ചിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പടയപ്പയുടെ ഒരു പാട്ടുണ്ട്, വാഴ്ക്കയിൽ 1000 തടൈക്കല്ലപ്പ, ജീവിതത്തിൽ 1000 തടസ്സപ്പെടുത്തുന്ന കല്ലുകളുണ്ട്, പക്ഷെ തടസ്സപ്പെടുത്തുന്ന കല്ലുകളും എനിക്കൊരു നടന്നു കയറേണ്ട കല്ലുകളാണ്, അത് നടന്നു കയറേണ്ട സ്റ്റെപ്പുകളാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പല സ്റ്റെപ്പുകളുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് കാല് പൊക്കി വച്ചാലേ അടുത്ത സ്റ്റെപ്പിലോട്ട് പറ്റത്തുള്ളൂ. പക്ഷെ അത് ഞാനൊരു തടസ്സമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ 2ാം നില ഇവിടെ ഞാൻ കയറി വരത്തില്ല. അപ്പൊ തടസ്സങ്ങൾ വരും. ഉടനെ നിങ്ങൾ ചിന്തിക്കേണ്ടെന്നറിയാമോ? ദിസ് ഇസ് മൈ ലൈഫ്, ഐ ഹാവ് ടു അച്ചീവ്. എനിക്ക് നേടിയേ പറ്റത്തുള്ളൂ, കാരണം ഇത് എൻ്റെ ജീവിതമാണ്. അപ്പോ തടസ്സങ്ങളെ ചവിട്ടുപടികളായി കാണാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും തടസ്സങ്ങളെ ഒരു നെഗറ്റീവായിട്ട് കാണരുത്. തടസ്സങ്ങളില്ലാതെ ആരും ജീവിക്കുന്നില്ല. എല്ലാവർക്കും തടസ്സങ്ങളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തടസ്സങ്ങളുണ്ട്. പല പല തടസ്സങ്ങളാണ്. പഠിക്കാനുള്ള തടസ്സമാകട്ടെ, നേടാനുള്ള തടസ്സമാകട്ടെ, ഓർത്തിരിക്കാനുള്ള തടസ്സമാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് പല കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ചവിട്ടുപടികളായിട്ട് കാണണം. വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നന്നാവില്ല എന്നൊരു ചിന്തയുണ്ട് പലർക്കും. ഈ നന്നാകത്തില്ല എന്നുള്ള ഈ നിഷേധാത്മക ചിന്ത എന്നും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഉറുമ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറുമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഉറുമ്പിന് തന്നെക്കാൾ 10 മടങ്ങ് വഹിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്നെ കൊണ്ട് എടുത്തിട്ട് പൊങ്ങുന്നില്ല, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല, എനിക്ക് ഉറക്കമില്ല, ഊണുമില്ല. ഇവനും ഇല്ല ഉറക്കം ഊണും. ബട്ട് ഹി വർക്ക്സ് ഹാർഡ്. ഹാർഡ് വർക്ക് എന്നുള്ളത് ഒരിക്കലും ലക്കിന് കിട്ടുന്നതല്ല. നമ്മൾ പലരും ഈ ലക്കിൽ വിശ്വസിക്കുന്നവരാണ്. എടാ അവൻ ലക്കിൽ വിജയിച്ചെന്ന്. ഒരു ലക്കും ഇല്ല. ഞാൻ ലക്കിൽ വിശ്വസിക്കുന്ന ആളെ അല്ല. നമ്മുടെ അമേരിക്കയുടെ വൈറ്റ് ഹൗസ് ഇരിക്കുന്ന എവിടെയാണ്? താജ്മഹലിലാണ്, വാഷിങ്ടണിൽ. അപ്പൊ ഈ വാഷിങ്ടണിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലം ഒരു കൃഷിക്കാരൻ്റെതായിരുന്നു പണ്ട്. അപ്പൊ ഈ കൃഷിക്കാരൻ ഭയങ്കര പണക്കാരനായി. അപ്പൊ ഈ കൃഷിക്കാരനെ ഒരിക്കൽ CNN ചാനൽ ഇന്റർവ്യൂ ചെയ്യുകയാണ്. കൃഷിക്കാരനോട് ചോദിക്കുകയാണ്, താങ്കൾ ഒരു ഭാഗ്യവാനല്ലേ, താങ്കൾ ലക്കിലല്ലേ ഇങ്ങനെ ആയിത്തീർന്നത്? ഉടനെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, there is no luck. ലക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമേ നമ്മുടെ ഇടയിലില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എല്ലാവരുടെയും തലയുടെ മുകളിൽ കൂടെ ഈ ഭാഗ്യദേവത ഇങ്ങനെ പറന്നു പോകും. ഭാഗ്യദേവത പറന്നു പോകും. പറന്നു പോകുമ്പോൾ അതിനാരാണോ ചാടി പിടിക്കുന്നത് അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ചോദിക്കുന്ന ആളുകൾ പൊതുവെ അവർ ലിസണിങ് ഈസ് ആൻ ആർട്ട് എന്നാണ്. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കരിക്കുലത്തിൽ പഠിക്കുമായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ ഉത്തരത്തിൽ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ സാറേ ഈ തലയുടെ മുകളിൽ കൂടെ പോകുന്ന ഭാഗ്യദേവത കൃത്യം തലയുടെ മുകളിൽ എത്തുമ്പോൾ ചാടാൻ പറ്റുന്ന ഒരു ലക്കല്ലേ അല്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതും ഒരു ലക്കല്ല, അതിന് പകരം ബാക്കി പറയാമോ? നിന്റെ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ കൂടെ പോകുന്ന ഇവനെ പിടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? വെരി ഗുഡ്, ചാടിക്കൊണ്ടേ ഇരുന്നാൽ മതി. ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ചാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ ചാടി എന്നെ കൊണ്ട് പറ്റത്തില്ല, തീർന്നു എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ചാടിക്കൊണ്ടേയിരിക്കുക. ഇനി ആക്ഷൻ പ്ലാനിലേക്ക് പോവുകയാണ്, സക്സസിന്റെ ആക്ഷൻ പ്ലാനിലേക്ക്. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ നമുക്കുള്ള ഉന്മാദം, അതാണ് ആദ്യം മറികടക്കേണ്ടത്. ഇത് അല്പം ഒരു സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അന്ന് ഇതായിരുന്നു മെയിൻ സാധനം. അതായത് ഈ ബസ് വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ബസ്സിനകത്തോട്ട് കയറും, ബസ്സിനകത്തോട്ട് കയറും. പക്ഷെ ചില പയ്യന്മാരുണ്ട്, അവർ ഈ ബുക്കൊക്കെ ചുരുട്ടി ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ഒന്നും അറിയാത്ത ആളെ പോലെ. ബസ്സിൽ 2ാമത്തെ ബെല്ലടിക്കുമ്പോൾ 2 ബെല്ലടിക്കുമ്പോൾ ഇവന്മാർ പതുക്കെ സ്ലോ മോഷത്തിൽ ഓടിപ്പോയി വണ്ടി മൂവ് ചെയ്ത് ഒരു 100 മീറ്റർ കഴിയുമ്പോൾ ഓടിപ്പോയി കയറി തൂങ്ങി നിൽക്കുന്ന ഒരു സുഖം, ഒരു വല്ലാത്ത സുഖമാണ്. ഇനി ഇതിലും PhD എടുത്ത പിള്ളേരുണ്ട്. അവന്മാര്
ഈ വണ്ടി പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോഴായിരിക്കും ബാക്ക് നിന്ന് ഓടാൻ തുടങ്ങുന്നത്. ബാക്ക് നിന്ന് ഓടിപ്പോയിട്ട് ഏണിയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു വല്ലാത്ത സുഖം. ഇത് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ പോലീസ് വലിയ ലാത്തിയും വെച്ച് നിൽക്കും. അത് ഒരു അപാര സുഖമാണ്. 10 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 10:15 കയറി വരും ചില പിള്ളേർ. അപ്പൊ 10:15 കയറി വരുമ്പോ ഇവൻ ഒരു വലിയൊരു ഉന്മാദമാണ്. എടാ കണ്ടില്ലേ, ഞാൻ ആരാ പാർട്ടി. ആ നിയമം തെറ്റിക്കുമ്പോൾ ഒരു സുഖം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഒരു നല്ല ബൈക്ക്, 2 ലക്ഷം രൂപയുടെ ബൈക്കിൽ ഒരുത്തൻ ഇങ്ങനെ പതുക്കെ പോവുകയാണ് 30-40 സ്പീഡിൽ ട്രെന്ന്. നമ്മൾ അവനെ കണ്ടിട്ട് എന്തോ പറയും, എന്താടാ ഇത് ഇത്രയും വലിയ ബൈക്ക് വാങ്ങിച്ചിട്ട്. പക്ഷേ വേറൊരു പയ്യൻ കണ്ണടച്ച് തുറക്കുന്ന ബുമ്മെന്നൊരു പോക്ക്. ഉടനെ നമ്മൾ പറയും, എൻ്റെ അമ്മോ ചങ്ക്. പിന്നെ അപ്പുറത്ത് പോകുമ്പോഴായിരിക്കും ഒരു ശബ്ദം മാത്രം കേൾക്കുന്നത്. പിന്നെ മെഡിക്കൽ കോളേജിലെ 18ാമത്തെ വാർഡിൽ ഇങ്ങനെ കിടക്കും. ഈ നിയമം തെറ്റിക്കുമ്പോൾ ഒരു ഉന്മാദമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ടീനേജ് യൂത്ത്സിനുള്ള ഒരു സന്തോഷമാണ്. ഇവൻ ആദ്യം കട്ട് ചെയ്യണം. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കോളേജിലും +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ ടീച്ചർമാരുടെ അടുത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ അവരുടെ അടുത്ത് ബഹളം ഉണ്ടാക്കി നിൽക്കും. ക്ലാസ് കഴിയുമ്പോൾ പയ്യന്മാർ അവൻ്റെ അടുത്ത് എന്തോന്ന് പറയും, എടാ സൂപ്പറടാ, അപാര ധൈര്യം തന്നെ. അപ്പം ഇവൻ ഉണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. ഓ, ഇപ്പൊ ഇവന്മാരെല്ലാം ഫീസ് ഊരി വിടണമെന്നുള്ളതാണ്. എന്നാൽ ഇവനൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല, ഈ സ്വഭാവങ്ങളൊന്നും. അതായത് നിയമങ്ങൾ തെറ്റിക്കുമ്പോഴുള്ള ഉന്മാദം. കാരണം വിന്നേഴ്സിന് നിയമങ്ങൾ പാലിച്ചാലേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിയമങ്ങളില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യം ഏതെന്നറിയാമോ? പാരീസ്, വേറെ റോം, നോർവേ, സ്വിറ്റ്സർലൻഡ്. ഓക്കെ, ലോകത്തിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യം ഏതെന്നറിയാമോ? ഞാൻ ന്യൂസിലൻഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെള്ളക്കാരുടെ വീട്ടിലാണ് താമസിക്കേണ്ടി വരുന്നത്. അവർ വീടൊന്നും പൂട്ടത്തില്ല. അപ്പം ഞാൻ വീടൊന്നും പൂട്ടുന്നില്ലേ, ഇവിടെ കള്ളന്മാരില്ലല്ലോ. പക്ഷെ അതിനേക്കാളും ഇതാണ് ഫിൻലാൻഡ് എന്നുള്ള രാജ്യത്തിൽ. ഒരാളുടെ ഒരു 10 രൂപ അവിടെ കിടന്ന് അവിടെ കിടക്കത്തുള്ളൂ. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. ഞാൻ വെറുതെ അതിശയോക്തി പറയുകയല്ല. 5 രൂപയുടെ US ഡോളർ കിടക്കുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് ആളുകൾ നോക്കിയപ്പോൾ ആളുകൾ ഇത് കാണുന്നുണ്ട്, പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നോക്കിയത് എന്തിനാണ്? പക്ഷെ അവരാരും എടുക്കാത്ത സ്ഥിതിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം, കാരണം അവർ പറയുന്നത് എൻ്റെതല്ല, ഞാൻ എടുക്കേണ്ട കാര്യമില്ല. ഫിൻലാൻഡിലെ നിയമങ്ങൾ ശക്തമായതുകൊണ്ടാണ് അവിടെ ഒരു ക്രൈമും നടക്കാത്തത്. നിയമം പാലിക്കുന്നത് നല്ലതിനാണ്. നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ നിയമങ്ങൾ പാലിച്ചു പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ലൈഫിൽ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് തുടങ്ങി രാത്രി വരെയുള്ള കാര്യങ്ങളിൽ ചിട്ടയും നിയമങ്ങളും ഉണ്ടെങ്കിൽ യു വിൻ, നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ഇന്നുള്ളതിനേക്കാൾ യാതൊരു എഞ്ചിനീയറിംഗ് സാധ്യതയും ഇല്ലാതിരുന്ന കാലത്ത് പണിത ഈ ഇന്ത്യയിലെ പത്മനാഭപുരം കൊട്ടാരമാകട്ടെ അല്ലെങ്കിൽ താജ്മഹൽ ആകട്ടെ, എഞ്ചിനീയറിംഗിൽ യാതൊരു വൈഭവം ഇല്ലാതിരുന്ന കാലത്ത് അന്നത്തെ ആളുകൾ നിർമ്മിച്ചത് ഇന്നും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പാലം ഇന്നും പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പം അന്നുള്ളവരുടെ ലൈഫ് സ്റ്റൈലും ആണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച്. അന്നുള്ളവരുടെ ലൈഫ് സ്റ്റൈലായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിക്കുന്നത് ഉൾപ്പെടെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കട്ടെ, കുളിക്കാനാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷേ ദർ ഇസ് എ മാറ്റർ. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയുള്ള ചിട്ടകൾ, ക്രമങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ ഇത് വിജയത്തിലേക്കുള്ള ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില ചിട്ടകൾ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഒരു കൃത്യമായ ഒരു ചിട്ടയും ഒരു നിയമവും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം. വേണ്ട, അടിപൊളി, സൂപ്പർ. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും അറിയുന്നു പോലുമില്ല. ഇനി ശരീരത്തിൻ്റെ കംഫർട്ട് മറികടക്കണം. നമുക്കെല്ലാവർക്കും ഉള്ള നമ്മുടെ ശരീരത്തിന് കംഫർട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയെന്നറിയാമോ? ഒരു മനുഷ്യൻ സാധാരണ എത്ര മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയപ്പെടുന്നത്? 8 hours. ഇത് ആര് പറഞ്ഞു? നമ്മുടെ മനസ്സിൽ 8 മണിക്കൂർ എന്നങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരോ പറഞ്ഞു 8 എങ്കിൽ 8. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം.
നിങ്ങളൊരു വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഈ നമ്മുടെ കട്ടിലിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള ഈ ഡൾ ഓഫ് മെത്തകളുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആരൊക്കെ നിർമ്മിച്ചതെന്നാണ്. അല്ല, ഇതിന്റെ പിന്നിൽ ഉൾപ്പെടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഈ മെത്തയുടെ പിന്നിൽ ഉൾപ്പെടെ എന്തോ സംഭവം എന്നറിയാമോ? നമ്മുടെ ശരീരം ഉറങ്ങാൻ കിടന്നാൽ നോർമലി ഉറങ്ങിയിട്ട് ഉണരുന്ന ഒരു സമയമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ഇനി റെസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അത് പൊതുവെ രാവിലെ 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് ഇടയ്ക്കാണ് പൊതുവെ നമ്മളൊന്ന് ഉണരും. പക്ഷെ ആ സമയത്തുള്ള നമ്മുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ ഉണർന്നിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്ത് കുറച്ചുകൂടെ കിടന്നുറങ്ങും. അപ്പൊ ഈ രണ്ടാം ഉറക്കത്തിന്റെ ഒരു കുഴപ്പം എന്നുള്ളത്, നമ്മുടെ ശരീരം ഉണരാൻ ശ്രമിക്കുമ്പോൾ ഇവൻ നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുക. അതായത് നമ്മൾ എണീക്കാൻ ശ്രമിക്കുന്നു, അവിടെ നിങ്ങോട്ട് പ്രഷർ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ട് രാവിലെ ഒരു 7 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു 10-11 മണി വരെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ നിങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് ആ ടൈമിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് അപ്പോഴും തന്നെ അങ്ങ് എഴുന്നേക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പ്രഷർ ചെയ്ത് ഉറക്കാൻ നോക്കരുത്. അതായത് കട്ടിൽ ഇപ്പോഴത്തെ മെത്തകളുടെ ഒരു പ്രത്യേകതയാണ്. ഇവന്റെ അടുത്ത് പോയി ഇരുന്നാൽ ഉറക്കം വരും എന്നുള്ളതാണ്. ചില പിള്ളേർ പറയും സാറേ പഠിക്കുമ്പോൾ ഉറക്കം വരും. അപ്പൊ ഞങ്ങൾ ചോദിക്കും എവിടെയായിരുന്നു പഠിക്കുന്നത്? കട്ടില്. എടാ സായിപ്പ് ഈ കട്ടിൽ സൃഷ്ടിച്ച് എന്തിനെന്നറിയാമോ? ഈ കട്ടിൽ ഇരിക്കുമ്പോ തന്നെ കട്ടിൽ പറയും വരൂ വരൂ ഉറങ്ങൂ. അവിടെ തന്നെ നമ്മൾ തിരിച്ചു പറയും വരാം വരാം ഉറങ്ങാം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നിട്ട് പറയും ടീച്ചറെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്, മോട്ടിവേഷൻ തരണം. അതിനാ കട്ടിൽ മാറ്റിയിട്ട് വായിട്ട് കിടന്നാൽ മതി. ഇതിനേക്കാളും വലിയ മോട്ടിവേഷൻ വേറെ ഇല്ല. അപ്പോ രാവിലെ ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം അങ്ങ് മാറ്റണം. അത് ഒന്നാമത് നിങ്ങൾ ചെയ്യണം. അതായത് കഴിയുന്നതും ഒരു 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നടക്കത്തില്ല. അതാണ് നേരത്തെ പറഞ്ഞ സാധനം. നടക്കത്തില്ല, ഇത് നടക്കാൻ പോണില്ല. 2, ഇത് ആണുങ്ങൾക്കാണ് കൂടുതൽ. അമിതമായി കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഈ മൊബൈലൊക്കെ വെച്ച് കളിക്കും, ഒരു വല്ലാത്ത സുഖമാണ്. പെണ്ണുങ്ങൾക്കുണ്ട്, എന്നാലും പൊതുവെ ആണുങ്ങൾക്കാണ്. ഇനി നമുക്ക് 2 പേർക്കുള്ള വേറൊരു സുഖമുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് ഒരു ഒടുക്കത്തെ സുഖം. നമ്മുടെ തലച്ചോറിൽ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോക്സ് തന്നെ ഉണ്ടെന്നാണ്. എന്നറിയാമോ? ഇത് രണ്ടും അല്ലാതെ അതിന്റെ പേരാണ് നത്തിങ് ബോക്സ് എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒരു സുഖം. ശരിയല്ലേ? എടാ എന്തോ ചെയ്യുന്നു? വെറുതെ. എടി നീ എന്തോ ചിന്തിക്കുന്നത്? ചുമ്മാ. ഈ ചുമ്മാ സാധനം, ഇവനെ പോലെ ഒരു അപകടകാരി വേറെ ഇല്ല. ഒരു സക്സസ്സിലോട്ട് പോകുന്നവന്റെ കാറ്റൂരി വിടുന്ന സാധനമാണ് ഈ ചുമ്മാ സാധനം. അപ്പൊ ബേസിക് അറിയാലും നമ്മൾ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന നല്ലൊരു സമയമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന 1.5 മണിക്കൂർ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 2 വർഷം വരുമ്പോൾ ഈ 1.5 മണിക്കൂർ ബസ്സിൽ കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് എത്ര പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം. ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ തല മുഴുവൻ പോകുന്ന ഒബ്സർവേഷൻ, ആളുകളെ നിരീക്ഷിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ വ്യക്തിത്വത്തെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഗുണം ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സമയങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആരാണിത്? രമേശും സുരേഷും. 2 പേരും ഒരു റൂമിൽ കിടന്നുറങ്ങുക. 2 പേരും പറയാണ് എടാ നാളെ 5 മണിക്ക് എഴുന്നേക്കണം. ശരി, 5 മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞ് രമേശും സുരേഷും ഉറങ്ങി. രാവിലെ 5 മണിയായപ്പോൾ ബെല്ലടിക്കുന്നു. രമേശ് എഴുന്നേറ്റു, സുരേഷ് കിടന്നുറങ്ങി. രമേശ് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. 7 മണിയായി. ഉടനെ തന്നെ സുരേഷിനെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു എടാ ബാ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അങ്ങനെ ഒരു ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വന്നു. ഇങ്ങനെ ഓരോ ദിവസവും 2 മണിക്കൂർ വീതം ഈ രമേശിന് കിട്ടിയത് കൊണ്ട് പരീക്ഷ എത്തിയപ്പോൾ രമേശ് വിജയിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, ഇവർക്ക് 2 പേർക്കും കിട്ടിയ 24 മണിക്കൂറാണ്. പക്ഷെ ഇവൻ ഉറക്കത്തിനുള്ള 2 മണിക്കൂർ ഡെയിലി എടുത്തപ്പോൾ 365 ദിവസം ഈ 2 മണിക്കൂർ ഇവൻ എക്സ്ട്രാ കിട്ടി. എനിക്ക് സമയമില്ല എന്ന സാധനം നിങ്ങളുടെ ലൈഫിന്റെ ഡിക്ഷണറിയിൽ നിന്ന് ആദ്യം മാറ്റണം. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് സമയമില്ല എന്നുള്ള സാധനം മാറ്റിയാൽ മാത്രം മതി, നിങ്ങൾ വിജയിച്ചിരിക്കും.
അവിടെയാണ് ഈ മടി മാറ്റാനുള്ള സൂത്രം കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. മടി ഒരു വല്ലാത്ത സാധനമാണ്, അല്ലേ? മടി മാറ്റണോ വേണ്ടയോ? വേണം. അപ്പൊ ഒന്ന്, മടി മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ലക്ഷ്യം മനസ്സിലാക്കണം. എൻ്റെ ലക്ഷ്യം എന്താണ്? 2 വർഷം കഴിഞ്ഞ് ഞാൻ എന്താണ് എത്തിച്ചേരാൻ പോകുന്നത്, ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ലക്ഷ്യം മനസ്സിലാകും, അത് മനസ്സിൽ വെച്ചു. ഇപ്പൊ എൻ്റെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് ഇത് എടുക്കണം, ഇവിടെ ഇങ്ങോട്ട് വരണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. അടുത്ത ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്യം വച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ലക്ഷ്യമില്ലാത്ത ജീവിതം ഭയങ്കര അപകടമാണ്. അപ്പൊ ലക്ഷ്യം നമ്മൾ വച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റൂമിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കണമെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത്, റൂം ഉണ്ടെങ്കിൽ റൂം എവിടെയാണോ, നിങ്ങൾ എപ്പോഴും കണ്ണു തുറന്നാൽ കാണേണ്ടത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. കട്ടിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ ഞാൻ ഇത്ര വർഷം കഴിഞ്ഞ് ഇന്ന ആളാകും, എഴുതി അങ്ങ് വയ്ക്കണം. അടുത്തത്, നേരെ ലക്ഷ്യത്തിലെത്താനുള്ള യാത്രയെ ഘട്ടം ഘട്ടമായിട്ട് തിരിക്കണം. എനിക്ക് ഇതിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് തിരിച്ച് ടേൺ ചെയ്യണം, തടസ്സമുണ്ട്. അപ്പൊ വീണ്ടും തിരിച്ച് ടേൺ ചെയ്യുന്നു. ഓരോ ഘട്ടങ്ങൾ. നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളെ നിങ്ങൾ ഘട്ടം ഘട്ടങ്ങളാക്കണം. ഓരോ മാസവും എത്ര പേപ്പറുകളാണ്, എത്ര ടെക്സ്റ്റുകളാണ് ഞാൻ പഠിച്ചു തീർക്കേണ്ടത് എന്ന് നിങ്ങളുടെ കലണ്ടറിൽ ഇന്ന് തന്നെ കുറിച്ചിടണം. അപ്പോഴാണ് അടുത്ത പ്രശ്നം എന്നുള്ളത്, ഇതിന് മൂന്നാമത്തെ ഇതിലോട്ട് വരണം. സമയബന്ധിതമായി ഘട്ടങ്ങളെ തിരിക്കണം. അതായത് ഇവിടെ നിന്ന് സ്പീഡിൽ വന്നിട്ട് പിന്നെ പതുക്കെ തിരിഞ്ഞാൽ മതി, പിന്നെ അല്പം കൂടെ സ്പീഡിൽ പോകണം. എന്ന് പറഞ്ഞാൽ എത്ര മാസം കൊണ്ട് എത്ര പേപ്പറുകൾ, എത്ര ദിവസം കൊണ്ട് എത്ര ചാപ്റ്ററുകൾ, കൃത്യമായി സമയബന്ധിതമായിട്ട്. ഈ സമയത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, ഓരോ മാസവും നിങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അയ്യോ ഞാൻ കുറവുണ്ട്, ഞാൻ ഇനി അല്പം കൂടെ ഫാസ്റ്റ് ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങളെ കൂടുതൽ നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യും. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, 4ാമത്തെ കാര്യം എന്നുള്ളത്, ഇത് നേടിയില്ലെങ്കിൽ ഉള്ള പരിണിത ഫലം മനസ്സിലാക്കണം. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പറ്റത്തില്ല. പറ്റിയില്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ കാര്യം എടുക്കാം. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഇന്നു മുതലേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത? ജോലി കിട്ടില്ല. വേറെ ധനനഷ്ടം, മാനഹാനി. ധനനഷ്ടം, മാനഹാനി. പപ്പയും മമ്മിയും മലയാളം ടീച്ചറാ? ഇല്ല. ജീവിതമാർഗം തന്നെ മുട്ടിപ്പോവും. ജീവിതമാർഗം തന്നെ അങ്ങ് തെറ്റിപ്പോവും. മാനസിക സമ്മർദ്ദം ഉണ്ടാവും. മാനസിക സമ്മർദ്ദം. വേറെ ഈ പറയുന്നതൊക്കെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പറയണം. പഠിച്ചില്ലെങ്കിൽ ടീച്ചർ ചോദിക്കും, മാനസിക സമ്മർദ്ദം കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഇപ്പോ. പിന്നെ നമ്മുടെ ഫുൾ ലൈഫ് തന്നെ മാറിപ്പോകും, നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ. അതിൽ നിരാശയുണ്ടാവും. പിന്നെ മുന്നിലുള്ള ഓപ്ഷൻസും പിന്നെ കട്ടായി സമയം കഴിഞ്ഞു പോയതിന്റെ നഷ്ടബോധം ഉണ്ടാവും. എന്തോന്ന് വീട്ടിൽ നിന്ന് ഓക്കെ ഗെറ്റൗട്ട് അടിക്കും. നഷ്ടം എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം. ഈ നഷ്ടത്തെ എപ്പോഴും നിങ്ങളുടെ നഷ്ടമായി പോകും. ചിലതൊന്നും നിങ്ങൾക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്ത നഷ്ടമായി പോകും. അവിടെ നിന്ന് 5ാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. നേടിയാലുള്ള ഗുണം ഇങ്ങനെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കണം. ഞാൻ നേടിയാൽ ഞാൻ ഇന്ന ആളാകും. ഇവനെയാണ് പിക്ചറൈസ് ചെയ്യേണ്ടത്. ഇവനെ പിക്ചറൈസ് ചെയ്യരുത്, ഇവനെയാണ് പിക്ചറൈസ് ചെയ്യേണ്ടത്. പിക്ചർ ആക്കണം. അതാണ് നേരത്തെ ഇവിടെ ടീച്ചേഴ്സ് ചിലർ പറഞ്ഞതുപോലെ സ്വപ്നം കാണണം. ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. ഈ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സൈക്കോളജിക്കൽ ഒരു സാധനമാണ്. ഇപ്പം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാനൊരു നാരങ്ങ തരുന്നു. എല്ലാവരും ആ നാരങ്ങയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ നാരങ്ങ വാങ്ങുന്നു. നിങ്ങൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്യാണ്. നാരങ്ങ വാങ്ങുന്നു. ഞാൻ ആ നാരങ്ങ ഓരോന്ന് വെട്ടി തരികയാണ്. അപ്പോൾ ആ നാരങ്ങയുടെ ആ നീര് നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ്. ആ നാരങ്ങയിൽ നിന്നും ഒരു നാരങ്ങ നിങ്ങൾ പതുക്കെ എടുത്ത് മൂക്കിൻ്റെ അടുത്തോട്ട് വയ്ക്കുന്നു. അതൊന്ന് സ്മെല്ല് ചെയ്യുന്നു. സ്മെല്ല് ചെയ്തോ? അത്രയും മതി. ഓക്കെ. എത്ര പേർക്ക് അതിൻ്റെ സ്മെല്ല് ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റി? സ്മെല്ല്. എത്ര പേർക്ക് നാക്കിൽ വെള്ളം വന്നു? ഇവിടെ ഞാൻ നാരങ്ങ തന്നില്ല.
ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ കാര്യം പോലും നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ, യു ക്യാൻ റിയലി ഫീൽ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഇപ്പോഴേ ഫീൽ ചെയ്യണം. എൻ്റെ ഭാവിയിൽ ഞാൻ ഇന്ന ആളായിത്തീരും, ഞാൻ ഇതുപോലെ ആയിത്തീരും എന്ന് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ചെയ്യണം. കളിയാക്കലിൽ നിരുത്സാഹവും മറികടക്കണം. അപ്പൊ കളിയാക്കൽ നേരിടാനുള്ള സൂത്രം കൂടെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കളിയാക്കൽ നേരിട്ട ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ പേര് തന്നെ മിരിൻഡ. അപ്പോൾ അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 മുട്ടകളുടെ ഒരു പരസ്യം വരുന്നത്. മിരിൻഡ കഴിക്കൂ എന്ന് പറഞ്ഞ് 3 മുട്ടകളുടെ പരസ്യം. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ടുള്ളവർക്കറിയാം. അപ്പോൾ ഈ പരസ്യം വന്ന് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് തുടങ്ങിയ കളിയാക്കൽ. പക്ഷെ ഒരു കോളേജ് പ്രായം എത്തിയപ്പോൾ എനിക്കിത് ഭയങ്കര ഗുണമായി. എന്തോ ഗുണമെന്നറിയാമോ? ഈ പേരൊരാൾ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ മറക്കത്തില്ല. ഇനി നിങ്ങളാരും എൻ്റെ പേര് മറക്കാൻ ഒരു സാധ്യതയില്ല. മിരണ്ട സാറല്ലേ? അപ്പൊ അന്ന് ഞാൻ എൻ്റെ പപ്പയും മമ്മി എനിക്ക് വേറെ എന്തൊക്കെ വല്ല മത്തായി എന്നോ ചാക്കോച്ചൻ എന്നൊക്കെ എന്തെല്ലാം പേരുകളുണ്ടായിരുന്നു, ഷിബു എന്നോ, ഇത് തന്നെ ഇടണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പാരൻസിന് നന്ദി പറയും. താങ്ക് യു. ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പേര്. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് പോലെ എനിക്ക് മാത്രം BENSIC, അതാണ് bensic@gmail.com. അതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് സ്വന്തം പേരിൽ കൃത്യമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെന്നറിയാം, നമുക്ക് കളിയാക്കലുകൾ നേരിടാൻ സാധിക്കും. ഒരു പട്ടി, നിങ്ങളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു പട്ടി നിന്നിങ്ങനെ കുരയ്ക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? പട്ടി കുരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മാറിപ്പോയി പിറ്റേ ദിവസവും പട്ടി കുരയ്ക്കുകയാണ്, എന്ത് ചെയ്യും? കല്ലെടുത്തെറിയും, സൈഡിൽ കൂടെ പോവും. 3ാമത്തെ ദിവസവും അതേ പട്ടി അതേ സ്ഥലത്ത് നിങ്ങളെ കാത്തു നിന്ന് കുരയ്ക്കുകയാണ്, എന്ത് ചെയ്യും? വീണ്ടും വേറെ വഴിക്ക് പോവും, അല്ലെങ്കിൽ കല്ലെടുത്തെറിയും. നമ്മൾ ആരെങ്കിലും 3ാം ദിവസവും അല്ലെ 4ാം ദിവസവും ഈ പട്ടി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ പട്ടിയെ നോക്കിയിട്ട് പറയണം, ഡാ പട്ടി, 3 ദിവസമായിട്ട് ഞാൻ മാറിപ്പോയി, ഇനി എങ്ങാനും നീ കുരച്ച ഞാനും കുരയ്ക്കും, കുരയടാ. ആരാണ് വലുതെന്ന് നോക്കാം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? എന്തുകൊണ്ട് നമ്മൾ കുരയ്ക്കുന്നില്ല? പറഞ്ഞോ. നമ്മൾ പട്ടികളല്ല, അതായത് നമ്മൾ പട്ടിയുടെ സ്റ്റാൻഡേർഡിലല്ല, നമ്മൾ അവനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കുരയ്ക്കാത്തത്. ആരെങ്കിലും നിങ്ങളെ കളിയാക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നതെന്ന് അറിയാമോ? ഇവനെ തിരിച്ച് കളിയാക്കണമെന്നാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുകയാണ്, ഞാൻ നിന്റെ സ്റ്റാൻഡേർഡിലല്ല, ഞാൻ നിന്നെക്കാൾ ഉയർന്നവനാണ്, അതുകൊണ്ട് കളിയാക്കോ, നോ പ്രോബ്ലം. നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയാൽ കൂളായിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വരണം, അല്ലെങ്കിൽ അവളുടെ അടുത്ത് പോയിട്ട് വരണം, എടി നല്ലതാണ്, നാളെ വരുമ്പോഴേ ഒരു പുതിയ സാധനമായിട്ട് കൊണ്ടുവരണേ, താങ്ക് യു. നമുക്ക് തൊലിക്കെട്ടി കൂടും. ഈ കളിയാക്കലുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ ഏറ്റെടുക്കുമ്പോഴാണ് പ്രശ്നം. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പൃഥ്വിരാജ് വരുന്നു എന്ന് ചിന്തിക്കുക. പൃഥ്വിരാജ് വന്ന് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ മുമ്പ് ഒരു മദ്യപാനിയായ ഒരുത്തൻ അവിടെ എന്ന് പറയാണ്, എടാ കള്ളാ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കുക. പൃഥ്വിരാജിനെ ഒരു കള്ളാ എന്നൊരു വിളി വിളിക്കുക. ഉടനെ പൃഥ്വിരാജ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മൈൻഡ് ചെയ്യത്തില്ല. പുള്ളി വന്നു, നാട കട്ട് ചെയ്തു, ഉദ്ഘാടനം ചെയ്തിട്ട് പുള്ളി അങ്ങ് പോകും. അല്ലാതെ പുള്ളി വന്നിട്ട് ആരുടെ എന്നെ കള്ളാന്ന് വിളിച്ചോ, വേടാ ഇങ്ങോട്ട് എന്ന് പറയുമോ? ഇല്ല. പൃഥ്വിരാജ് അത് ഏറ്റെടുത്തില്ല, അതുകൊണ്ടാണ് പുള്ളി അത് മൈൻഡ് ചെയ്യാത്തത്. ഞാൻ ഏറ്റെടുത്താൽ എനിക്കിവിടെ ഇതിന്റെ ലക്ഷ്യം മുഴുവൻ പോകും, എനിക്കിവിടെ ഒന്ന് എന്ത് പറയണം ഇതെല്ലാം അങ്ങ് പോകും, പിന്നെ ഞാൻ അവനോടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കളിയാക്കലുകൾ ഏറ്റെടുക്കരുത്. കളിയാക്കിക്കാൻ ഒരു കുഴപ്പമില്ല. എന്നെ കറുപ്പിയെന്ന് വിളിച്ചു, എന്നെ അത് വിളിച്ചു, ഇത് വിളിച്ചു, നെവർ മൈൻഡ്, ഒരു കുഴപ്പമില്ല. ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ വികലമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കഴുത്തിന് ചുറ്റും ഒരു റിങ് വരയ്ക്കും, ഒരു റിങ്. പിന്നെ വളരുന്നതനുസരിച്ച് റിങ്ങിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടുത്തെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തല നീളമുണ്ടെങ്കിൽ, കഴുത്ത് നീളമുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഐശ്വര്യ റായിയും കൊണ്ട് അവിടെ പോകുന്നത്. നമ്മളിവിടെ നിന്ന് ഭയങ്കര അഭിമാനത്തോടെയാണ് പോകുന്നത്. ഞങ്ങളുടെ ഇന്ത്യയുടെ അഭിമാനമാണ് ഐശ്വര്യ റായ്. കണ്ണ് കണ്ടില്ലേ, ചെവി കണ്ടില്ലേ, പിന്നെ കഴുത്ത് കണ്ടില്ലേ? അവർ കഴുത്തോ, എന്തോ കഴുത്ത്, അവർ പറയും ഇതല്ല എന്ന് പറയും.
ചില സ്ഥലങ്ങളിൽ ഈ വയറും എത്രത്തോളം വലുതാവുന്നു അതാണ് സൗന്ദര്യത്തിൻ്റെത്. ഞാൻ ഒരു രാജ്യത്ത് പോയപ്പോൾ കഞ്ഞിവെള്ളത്തോട് കഞ്ഞിവെള്ളം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഞ്ഞിവെള്ളം, ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 വലിയ വലിയ പാനയിൽ കഞ്ഞിവെള്ളം. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് വേറെ എന്തെങ്കിലും? ഇല്ല, ഇതാണ് ഇവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും വയറ് വലുതാകണം. അപ്പോൾ വയറ് വലുതാകുന്നത്, കഴുത്ത് വലുതാകുന്നത്, ഇതൊക്കെയാണ് സൗന്ദര്യത്തിൻ്റെ സങ്കല്പം. നമ്മുടെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പവും പലതും വികലമാണ്. വെളുത്തിരിക്കണം, കറുത്തിരിക്കണം, മുടി നീണ്ടിരിക്കണം, മുടി ചുരുങ്ങിയിരിക്കണം. എന്തുവാ സൗന്ദര്യം? ദ ബ്യൂട്ടി ഈസ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ ഉള്ളിലാണ് ആ സൗന്ദര്യം ഇരിക്കുന്നത്. അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മൾ വഞ്ചിതരാകത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. മുന്നോട്ട് പോവുകയാണ്. കളിയാക്കലുകളെ നമ്മൾ മറികടക്കുക. ഈ വായുചലന നിയമപ്രകാരം ഒരു വണ്ട് പറക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അതിന് കാരണം ആ വണ്ടിന്റെ ചിറകും ഈ വണ്ടിന്റെ ഭാരവും തമ്മിൽ ഭയങ്കര അജഗജാന്തര വ്യത്യാസമാണ്. പക്ഷെ വണ്ട് പറക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം നിയമങ്ങൾ പോലും അത് പറക്കുന്നതിന് ഒരിക്കലും തടസ്സമാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ കാലത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ പറന്നുയരുന്നതിന് ഒരിക്കലും തടസ്സം ആകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലത് മറക്കേണ്ടതുകൂടുണ്ട്. മായിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് അവസാനത്തെ കാര്യമാണ്. ഏതൊക്കെയാണ് മായിൽ തുടങ്ങിയ? 1, 2, 3, 4. മറക്കുക. മറക്കുന്ന കാര്യം കൂടെ പറയണം. മറക്കുക. എന്തൊക്കെയാണ് മറക്കേണ്ടതെന്ന് പറയാൻ പോവുകയാണ്. മനസ്സിലാക്കുക, മറികടക്കുക, മറക്കുക. എന്താണ് മറക്കേണ്ടത്? ഒന്നാമത്തത്, പഴയകാല ദുരനുഭവങ്ങളെല്ലാം അങ്ങ് മറക്കണം. മറവി ചിലതിന് നല്ലതാണ്, ചിലത് ഭയങ്കര കുഴപ്പമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പട്ടി കടിച്ചു. ഈ പട്ടി കടിച്ചതിന്റെ വേദനയും അതിൻ്റെ ആ കരച്ചിലും അത് എന്ന് ഓർത്തിരുന്നെങ്കിലോ എങ്ങനെ ഉണ്ടായിരുന്നേനെ? ഒട്ടും രസകരമല്ല. അപ്പോ പഴയകാല ദുരനുഭവങ്ങൾ മറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയും പറയാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ എനിക്ക് ചിലതൊന്നും മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചിലതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, എന്നെ ഇങ്ങനെ വല്ലാതെ ഇട്ട് അലട്ടുന്നു. നമ്മുടെ ചിന്തയെ നമുക്ക് അതെല്ലാം ഇങ്ങനെ തലയിലോട്ട് കയറി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ചിന്തകളെല്ലാം താഴെ ആക്കിയിട്ട് നിങ്ങളൊരു കല്ലിൻ്റെ പുറത്ത് കയറി മാറി നിന്നിട്ട് ഓക്കെ അതെല്ലാം വരുന്ന പോലെ വരട്ടെ, പൊയ്ക്കോട്ടെ, ജസ്റ്റ് ഗോ അഹെഡ്, അതങ്ങോട്ട് പൊയ്ക്കോട്ടെ, ഞാൻ അതിൻ്റെ ഇടയിലോട്ട് പോയി ചാടരുത്. അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ നാളുകളിൽ എന്ത് ചിന്തയിട്ട് അലട്ടിയാലും അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പഠിത്തത്തെ ഈ ചിന്ത വല്ലാതെ ബാധിക്കും. നിങ്ങൾ ബസ്സിൽ കയറി വരുമ്പോൾ ബസ്സിൽ നടന്ന ഒരു ചെറിയ സംഭവം മതി അന്നത്തെ ദിവസം മുഴുവൻ കുളമായി പോകാൻ. അത് വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും, പക്ഷെ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ മുഴുവൻ അതാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകളെ തലയ്ക്കകത്ത് വയ്ക്കരുത്, നിഷ്പക്ഷമായി ചിന്തിച്ചങ്ങ് കളയുക. കിളികൾ നിങ്ങളുടെ തലയ്ക്ക് കൂടെ മുകളിൽ കൂടെ പറന്നു പോകും, പക്ഷെ അവയെ ഒരിക്കലും നിങ്ങളുടെ തലയിൽ കൂട് വയ്ക്കാൻ അനുവദിക്കരുത്. നമ്മൾ കൂട് വെച്ചോ നിന്ന് കൊടുക്കുകയാണ്. നമ്മുടെ പലരുടെയും സ്വഭാവം എന്നുള്ളത്, ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും കളിയാക്കി ഇങ്ങോട്ട് വരട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഓക്കെ പൊയ്ക്കോട്ടെ, അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് കളയുക. അടുത്ത കാര്യം എന്നുള്ളത് പിണക്കങ്ങൾ മറക്കുക എന്നുള്ളതാണ്. പിണക്കങ്ങൾ നമ്മുടെ ഉള്ള കാലിബർ കൂടെ കളയുന്ന ഒരു സാധനമാണ് ഈ പിണക്കം. നിങ്ങൾക്ക് എന്നോട് പിണക്കമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം നിങ്ങളുടെ നെഞ്ചിടി കൂടും. ഈ പിണക്കം നമ്മുടെ ശരീരത്തെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരുമായിട്ട് സൗഹൃദം നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഈ സ്ഥിരം പിണങ്ങി നടക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും ശരീര പ്രശ്നങ്ങൾ കാണും. എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തൊട്ടനും പിടിച്ചാൽ എല്ലാം നെഗറ്റീവ് പറയും. അത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറയും. അവർക്കെല്ലാം എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് കാണും. അതിൻ്റെ കാരണം എന്നുള്ള ഈ മൈൻഡിൽ ഇത് കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് വിരോധമായിട്ടായിരിക്കും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിണക്കം എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എന്നോടൊരു പിണക്കം വന്നു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു പിണക്കം വന്നു, ഞാനിതിങ്ങനെ മനസ്സിലിട്ടിരിക്കുകയാണ്. ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നെഞ്ചിരിപ്പ് കൂടുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ളൂ, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഈ പിണക്കം ഇങ്ങനെ കിടക്കുകയാണ്. അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് ഒരു വീട് വയ്ക്കാനായിട്ടോ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീർന്നു കിട്ടി. അപ്പോൾ ഈ പിണക്കം എന്നുള്ളത് നമ്മുടെ തലച്ചോറിനെ വല്ലാതെ ബാധിക്കും. അത് നമ്മുടെ പഠിത്തത്തെ ബാധിക്കും, നമ്മുടെ മെമ്മറിയെ ബാധിക്കും. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ കണ്ടു, എന്നിട്ട് പരീക്ഷാ ഹാളിലോട്ട് കയറുകയാണ്. ബാക്കി പറ, അന്നത്തെ പരീക്ഷ പോയി കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി.
ഒരു കറുത്ത പൂച്ച വന്നു, ഉടനെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? പെർസെപ്ഷൻ. ഇന്നത്തെ പരീക്ഷ പോയതെന്നാണ്. അപ്പൊ ഇതാ പ്രശ്നം. ചിലപ്പോൾ വരുന്ന വഴിക്കായിരിക്കും ഒരു പട്ടി ചത്ത് കിടക്കുന്ന ഒരു വണ്ടി ഇടിച്ചൊരു പട്ടി ചത്ത് കിടക്കുന്നത്. നമ്മൾ വരുന്ന പരീക്ഷയ്ക്കാണ്, നല്ല ഫ്രഷ് മൈൻഡിൽ പരീക്ഷയ്ക്ക് വരികയാണ്, ആദ്യം കണ്ടതാണ്, ഉടനെ നമ്മൾ പിന്നെ അതിനെ അങ്ങ് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നമ്മൾ അറിയാതെ പോലും നമ്മുടെ എഫിഷ്യൻസി എല്ലാം കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിണക്കങ്ങൾ മറക്കുക, പരാജയങ്ങൾ മറക്കുക. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ കാണിക്കാൻ പോകുന്നു. ഇതുവരെ എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരാത്ത ഒരാളുണ്ടല്ലോ, ആരാണ്? യെസ്, ജെന്റിൽമാൻ, കം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പേരാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്നറിയാമോ? അംബാനി. ആളൊരു നിഷ്കളങ്കനാണ്, കാണുമ്പോൾ അറിയാം. ആണോ അല്ലയോ? 2 വർഷം കഴിഞ്ഞ് പറയണം. ആളൊരു കൂളാണ്. ഓക്കെ. അമ്പാടി 10ാം ക്ലാസ്സിൽ പഠിച്ചത് എവിടെയാണ്? രാജാജി വർമ്മ സെൻട്രൽ സ്കൂൾ, കിളിമാനൂരിലാണ് പഠിച്ചത്. ഏത് വർഷമാണ്? 2015. 2015. അപ്പോൾ 2015 വാ, 2015 ഇദ്ദേഹം കിളിമാനൂർ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സാറേ, ഈ ബാഗ് ഞാൻ എടുക്കുകയാണ്. വെരി ഗുഡ്, നല്ല ഭാരമാണ്. ഇത് കയ്യിൽ വെച്ചോ, നല്ല ഭാരമുണ്ട്, തറയിലിട്ട് കളയരുത്. ഇത് ഇദ്ദേഹത്തിൻ്റെ 2015 ഭാരമാണ്. പക്ഷെ ഈ ഭാരത്തെ കൊണ്ട് ഇദ്ദേഹം വരുന്നത് വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലത്തിലോട്ട് വാ, അതായത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. വർത്തമാനകാലം, ഇവിടെ ഇതിൻ്റെ പുറത്ത് ഇത് വെച്ചോ. വർത്തമാനകാലത്തിൽ വന്ന് നിന്ന് പഠിക്കാനായിട്ട് വന്നി 2 വർഷത്തെ ഇത് പിടിച്ചോണ്ടതില്ല. ഇതല്ലേ നമ്മുടെ സാധനം, നമ്മുടെ ലൈഫ് ഇതല്ലേ. അപ്പോ ഭൂതകാലത്തിലിരുന്ന സാധനത്തെയും കൊണ്ട് വർത്തമാനകാലത്തിൽ വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ, +1 ഫസ്റ്റ് ഇയറിൽ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുള്ള പല ദുരനുഭവങ്ങളും കൊണ്ടുവന്ന് എവിടെ വന്ന് നിൽക്കുകയാണ്? ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വർത്തമാനകാലം കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ഒരു ഭാവി കാലം. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം. ഭൂതകാലത്തിന് ഞാൻ 2020 പറയുകയാണ്, പക്ഷെ വർത്തമാനകാലത്തിന് ഇന്നത്തെ ഡേറ്റ് ഏതാണ്? 7/2/7/12. വെരി ഗുഡ്, നിങ്ങൾ നോക്കി പറയാൻ വിദഗ്ധരാണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് പ്രസന്റ് ലൈഫിൽ വന്നപ്പോൾ ഇതും കൊണ്ടുവരികയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് പോകേണ്ടത് എങ്ങോട്ടാണ്? ഭാവിയിലേക്കാണ്. ഭാവിയിലേക്ക് പോകേണ്ട ആള് പ്രസന്റ് ലൈഫിൽ ഇത് ചുമന്നുകൊണ്ട് നിന്നാൽ ഭാവിയിൽ എത്താൻ സാധിക്കുമോ? അപ്പൊ എന്ത് ചെയ്യണം? അതായത്, താങ്ക് യു, നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ ഇദ്ദേഹത്തിന്. നടന്ന് ഈ കുമാരപുരത്ത് ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ചിലതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. ഈ സെന്റൻസ്, ഭൂതകാലത്തെ പരാജയം വർത്തമാനകാലത്തിൽ കൊണ്ടു നടന്നാൽ ഭാവിയിൽ വിജയിക്കുകയില്ല. കാരണം ഈ തലയിൽ മൊത്തം ഈ ഭാരമാണ്. ഇവനെയും വച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണ്? മുമ്പിലോട്ടാണോ ബാക്കിലോട്ടാണോ? ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളാരും ഇങ്ങനെ പോകത്തില്ല, നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള പല തടസ്സങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും. ഇത് നിങ്ങളുടെ വിന്നിങ് സ്റ്റേജിനെയും ബാധിക്കും. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ഭൂതകാലത്തിലുള്ള സകല ദുരനുഭവങ്ങളും പരാജയങ്ങളും ഞാൻ കളയുകയാണ്. ഞാൻ ഇനി മുന്നോട്ട് പോകുന്നത് ഭാവിയിലായതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒന്നിനും എൻ്റെ പ്രസന്റ് ലൈഫ് തടസ്സമാകരുത്. അതുകൊണ്ട് പ്രസന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഈ ഭാരവും തൂക്കി ചാടാൻ പറ്റുമോ? ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സുകളിൽ നീറിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. ദ റീസൺ ബിക്കോസ് യു ആർ ക്യാരിയിങ് ദോസ് തിങ്സ്. നിങ്ങളുടെ ഹൃദയത്തിൽ അതിങ്ങനെ കൊണ്ടുവന്നതുകൊണ്ടാണ്. നിങ്ങളത് വീട്ടിൽ വയ്ക്കേണ്ടതുപോലെ എവിടെ കൊണ്ടുവന്നു? ബസ് കയറ്റി, ടിക്കറ്റ് എടുക്കാതെ, ബാക്കി സെമിനാറിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി ഇതും കൊണ്ട് തിരിച്ചെവിടെ പോകണം? വീട്ടിൽ പോകണം. അനേക ഗ്യാർബേജസുകൾ ഇതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്. ഇവനെ വെച്ചുകൊണ്ടാണ് നമ്മൾ സക്സസിന് പോകുന്നത്. ഉസൈൻ ബോൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്, ഉസൈൻ ബോൾട്ട് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ട് ഓടുമ്പോൾ തൻ്റെ ശരീരത്തിൽ എന്ത് അണിയണമെന്ന് പോലും കൃത്യം ഗ്രാമായിട്ട് തൂക്കിയാണ് കൊടുക്കുന്നത്, താൻ ഇടേണ്ട ഡ്രസ്സ് പോലും. ഞാൻ ശംഖുമുഖം കടപ്പുറത്ത് ഓടാൻ പോകുമ്പോൾ
ഞങ്ങളുടെ ശരീരത്തിലെ പല സാധനങ്ങളും ഇങ്ങനെ ഭാരം തൂക്കിയിട്ടാണ് ഓടുന്നത്. അതെന്തിനെന്നറിയാമോ? ഈ മണ്ണിലോട്ട് നമ്മുടെ കാല് താഴുമ്പോൾ കാല് പൊക്കിയെടുക്കുക. അപ്പോൾ കാലിൻ്റെ മസിൽസിനൊക്കെ നല്ല പവറായിരിക്കും, ഭാരവും കൊണ്ടാണ് ഓടുന്നത്. പക്ഷെ റിയൽ ഓട്ടത്തിന് വരുമ്പോൾ വാച്ച് മാറ്റും, കണ്ണാടി മാറ്റും, പിന്നെ ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് ഓടുന്നത്. അല്ല, ഇടുന്ന വസ്ത്രങ്ങൾ പരമാവധി അതിൻ്റെ ഭാരം കുറയ്ക്കും. എന്നിട്ട് ഓടിയാലേ അവൻ എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ. നിങ്ങൾ ഭാരവും കൊണ്ട് ഓടരുത്. കഴിഞ്ഞകാല ദുരനുഭവങ്ങളും പരാജയങ്ങളും പലപ്പോഴും നിങ്ങളെ ഭാരത്തിലോട്ട് നയിക്കും, നിങ്ങളെ പരാജയത്തിലോട്ട് നയിക്കും. അതുകൊണ്ട് ഒരു വിജയം അവസാനമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വിജയിച്ചു, 2 വർഷം കഴിഞ്ഞ് ഇവിടെ തീർന്നു എന്ന് പറഞ്ഞ് അതല്ല അവസാനം. വിജയിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിവിടെ പറഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതെന്താണ്? ഇവിടെയുള്ള അധ്യാപകർ ഉൾപ്പെടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞാൻ പലയിടത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ആ ആഗ്രഹം ഞാൻ അങ്ങ് പറയുകയാണ്. ഈ ഓറഞ്ചിലെ ഈ വിത്തുകൾ, ഇതിലേതെങ്കിലും ഒരു വിത്ത് പുറത്തോട്ട് ചാടിയാൽ ഇത് തിന്നുന്നതിനിടയ്ക്ക് നമ്മളങ്ങ് കളയും. പക്ഷെ ഇതിലൊരു വിത്ത് അത് കൃത്യമായിട്ട് പുറത്തോട്ട് ചാടി അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ കുഴിച്ചിട്ടാൽ ആ ഒരൊറ്റ വിത്ത് മതി മറ്റു 100 കണക്കിന് ഓറഞ്ചുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ. നിങ്ങളിൽ ഒരാൾ ദ ബെസ്റ്റ് ടീച്ചറായിരുന്നാൽ മതി ഭാവിയിൽ. എല്ലാവരും ആകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഒരാൾ യു റിയലി വിൻ ദ ഹാർട്ട് ഓഫ് ദ ചിൽഡ്രൻ. ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അധ്യാപികയുടെ പേരെഴുതാമോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ? നിങ്ങൾക്ക് മറക്കാനാവാത്ത, അതായത് LPS സ്കൂളിന് താഴെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ പേര്. ഇനി 10ാം ക്ലാസ്സിലായിരുന്നാലും കുഴപ്പമില്ല. 10ാം ക്ലാസ്സിന് താഴെ ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു അധ്യാപകൻ്റെ പേരെഴുതുക. കമോൺ. അത് ഏത് ക്ലാസ് ആണെന്നും കൂടെ എഴുതണം. ഏത് ക്ലാസ്സിൽ വെച്ചാണ്? ചിലപ്പോൾ LKG ആയിരിക്കാം, UKG ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. യെസ്, ഏതാണ്? നല്ല ഉച്ചത്തിൽ പറഞ്ഞു. ഏത് ക്ലാസ്? 8ാം ക്ലാസ്സിലെ അനിത ടീച്ചർ. യെസ്, മാലിനി ടീച്ചർ. ഏത് ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലെ മാലിനി ടീച്ചർ. ഇപ്പം മോൾക്ക് എത്ര വയസ്സായി? 23. ഏതാണ്ട് 15 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഓർത്തിരിക്കുകയാണ്. 1ാം ക്ലാസ്സിലെ മാലിനി ടീച്ചറിനെ 15 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടി ഓർത്തിരിക്കുകയാണ്. യെസ്, മിനി ടീച്ചർ. 8ാം ക്ലാസ്. 2ാം ക്ലാസ്സിലെ മിനി ടീച്ചർ ഒരു 15 വർഷം കഴിഞ്ഞ് 2ാം ക്ലാസ്സിലെ മിനി ടീച്ചറിനെ ഓർത്തിരിക്കുകയാണ്. യെസ്, അനിത ടീച്ചർ. എത്രാം ക്ലാസ്? 1ാം ക്ലാസ്സിൽ അനിത ടീച്ചറിനെ ഓർത്തിരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആ മിനി ടീച്ചറിനെ, അനിത ടീച്ചറിനെ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ ടീച്ചറിനെ ഓർത്തിരിക്കുന്നു? വൈ? കേട്ടില്ല? ആ ടീച്ചർ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിത്രം വരച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 15 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ ടീച്ചറിനെ ഓർത്തിരിക്കുന്നത്. ഞാനൊരു ചലഞ്ചിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നിങ്ങളെ ആരെയെങ്കിലും ഒരു 15 വർഷം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത്, ഇതേ കോളേജിൽ, ഇവിടെ സെമിനാറിന് ക്ലാസ് എടുക്കാൻ നിങ്ങളെ വിളിച്ചാൽ, നിങ്ങൾ വന്ന് ഇതേ ചോദ്യം വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളുടെ പേര് എഴുതുമോ? ഒരു 25 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ പഠിപ്പിച്ചു വിട്ട ഏതെങ്കിലും ഒരു കുട്ടി എഴുതിയാൽ യു വിൻ ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ്. അതാണ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ യു ക്യാൻ ബി എ ബെസ്റ്റ് ടീച്ചർ, ദാറ്റ് ഈസ് എ റിയൽ വിന്നിങ്. ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ ഹൃദയത്തെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ഒരു നല്ല ടീച്ചറായിട്ട് തീരണം. സാധിക്കുമോ അതിന്? ഞാൻ എൻ്റെ കഥ കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ കഥ പറയുകയാണ്. ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്നെക്കാൾ ഏറ്റവും ബുദ്ധിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയാൻ കാരണം, ഞാൻ ഈ സ്പോർട്സ് ആയിരുന്നു എൻ്റെ മനസ്സിലെ ഭയങ്കര ഒരു സാധനം. സ്പോർട്സിന് ഇത് ചെയ്യുക.
ഇപ്പോൾ ഇവിടെ പല ടീച്ചർമാരും പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ എങ്ങനെ സ്വാധീനിച്ചു. അത് പലവട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥ കൂടെ പറഞ്ഞങ്ങ് നിർത്താമെന്ന് ചിന്തിച്ചത്. ഈ പരാജയമാണ് വിജയത്തിൻ്റെ ആരംഭം, പരാജയമാണ് വിജയത്തിൻ്റെ ആരംഭം. നമ്മളിത് കേൾക്കുമ്പോൾ ചിന്തിക്കും ഇതൊക്കെ വെറും ചുമ്മയാണ്, ആളുകളെയൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അതാണ് സത്യം. 10ാം ക്ലാസ്സിലാണ് എൻ്റെ ലൈഫ് തന്നെ മാറുന്നത്. 10ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് ഒരാൾ ജയിക്കണമെങ്കിൽ 210 മാർക്ക് വേണം. അപ്പോൾ പത്രത്തിലൊക്കെ ഇത് വരും, നമ്പർ വരും, 210 മാർക്ക് ജയിച്ചെന്നുള്ളത്. എനിക്ക് കൃത്യം 216 മാർക്കുണ്ടായിരുന്നു. എത്ര മാർക്ക് കൂടുതൽ? അതാണ് 6 മാർക്ക് കൂടുതലിന് ജയിച്ചു. കയ്യാലപ്പുറത്തിരുന്ന് തേങ്ങ പോലെയായിരുന്നു. എങ്ങനെയോ ജയിച്ചെന്ന് പറഞ്ഞാൽ മതി. നേരെ വരുന്നു +2 VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, കോട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കുന്നത്. ആദ്യത്തെ വർഷം പഠിച്ചു. അന്ന് ഫസ്റ്റ് ഇയർ എക്സാം ഒന്നുമില്ല. സെക്കൻഡ് ഇയർ പഠിച്ചു. ഫൈനൽ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഗംഭീരമായിട്ട് ആര് പറഞ്ഞു തോറ്റെന്ന്? ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. അന്നാണ് ഈ തോൽവിയുടെ വേദന അറിയുന്നത്. അന്ന് ഈ എക്സാം എന്നുള്ളതില്ല. മാർച്ചിൽ പരീക്ഷ തോറ്റാൽ പിന്നെ സെപ്റ്റംബറിൽ പരീക്ഷ എഴുതാം, 6 മാസം കഴിഞ്ഞ്. പിന്നെ വീണ്ടും മാർച്ചിൽ പരീക്ഷ എഴുതാം. അങ്ങനെ തോറ്റ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അന്ന് ഇന്നുള്ളതുപോലെ പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. നിങ്ങളൊക്കെ അപാര കഴിവുള്ള പിള്ളേരാണ്. സത്യം പറഞ്ഞ വീട്ടുകാർ നിങ്ങൾക്ക് ഫീസ് തന്ന് പഠിക്കാൻ വിടുകയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. രണ്ടാമത് പഠിക്കാനായിട്ട് ഞാൻ പുസ്തകങ്ങളൊക്കെ, പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് രണ്ടാമത് പഠിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു. രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു. രാവിലെ 4 മണിക്ക് ഞാൻ മീൻ പിടിക്കാൻ പോകും. മീൻ പിടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടുവന്നാണ് അത് ചന്തയിൽ കൊടുത്ത് കിട്ടുന്ന പൈസ വെച്ചാണ് പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നത്. അന്ന് ട്യൂഷന് പോകുന്നതൊക്കെ വലിയ പണക്കാരുടെ പിള്ളേരാണ്. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങളൊക്കെ അപാര ഭാഗ്യമുള്ള പിള്ളേരാണ്. പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ടാണ്. പഠിയടാന്നുള്ളത് അപാര സാധ്യത. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോയി. 3ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ തോറ്റു. ഈ സാറിനെയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്? നാലാമത്തെ പ്രാവശ്യം എൻ്റെ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അപ്പോഴാണ് പഠിച്ചത്. എനിക്ക് എഴുതി പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇവിടെ ചാലയിൽ വന്ന് വലിയൊരു ബോർഡ് വാങ്ങിച്ച്, ചാലയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ വലിയൊരു ബോർഡ് വാങ്ങിച്ച് ബോർഡിൽ ഇങ്ങനെ എഴുതി പഠിക്കാൻ തുടങ്ങി. 4ാമത്തെ പ്രാവശ്യം കൃത്യമായിട്ട് വീട്ടിലിരുന്ന് എഴുതി പഠിച്ച്. അപ്പോൾ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോകത്തില്ല. അതുകൊണ്ട് ചെയ്യുന്നത്, ഒരു പത്രം വിറ്റ് 50 പൈസ കിട്ടും. രാവിലെ എഴുന്നേറ്റ് പത്രവും വിൽക്കാൻ പോകും. ഓരോ പത്രം വിൽക്കുമ്പോൾ കിട്ടുന്ന 50 പൈസ അതും കൂടെ കൊണ്ടുവന്നിട്ട് പഴയ അനുജന്മാരുടെ തുടങ്ങിയിട്ടാ നീ ജയിക്കുമ്പോൾ നിന്റെ ടെക്സ്റ്റ് എനിക്ക് തരണേ. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ തോറ്റു. 4ാമത്തെ പ്രാവശ്യം തോറ്റു. അപ്പം ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിലോട്ട് പോവുക. ഞാനിത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ബാക്കിലോട്ട് പോയി. എന്തുകൊണ്ട് ഞാൻ തോറ്റു? അപ്പോൾ 10ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെയും ടെക്സ്റ്റുകൾ പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ബേസിക് ഇല്ല. എങ്ങനെയോ 210 വാങ്ങിച്ച് ജയിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ പോയി അത് പഠിക്കാനായിട്ട് അനുജന്മാരുടെ അടുത്ത് വിടാ, നീ ജയിക്കുമ്പോൾ തരണേടാ നിന്റെ ടെക്സ്റ്റ് നീ പറഞ്ഞിട്ട് അങ്ങനെ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഇവൻ എന്തോ സാരമായ കുഴപ്പം, ഇവനെപ്പോലെ ലോകത്തിൽ ആരും ഇല്ല. 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷാ ഹാളിൽ കയറിയപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ഇൻസ്ട്രക്ടറായിട്ട് വരുന്ന ടീച്ചർ എന്നെ കണ്ടിട്ട് ചോദിച്ചു, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം ടീച്ചർ ഉള്ളപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ വന്നിട്ടുണ്ട്. ആണല്ലേ? ഉടനെ തന്നെ ഒരു വെള്ള പേപ്പർ എടുത്ത് പടപടപടപടാന്ന് ഉത്തരങ്ങളൊക്കെ എഴുതി എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ തോറ്റാൽ ശരി കോപ്പി അടിക്കത്തില്ല. ഈ നമ്മുടെ ലൈഫിൽ ചില ചെറിയ 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 സാധനങ്ങളുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. തോറ്റാൽ ശരി കോപ്പി അടിക്കത്തില്ല. ഒടുവിൽ യെസ് പ്ലീസ് ഒടുവിൽ ഇപ്പം എത്ര പ്രാവശ്യമായി? കഥ തീരുന്നില്ല, ഇനി എപ്പിസോഡുണ്ട്. അങ്ങനെ അഞ്ചാമത്തെ പ്രാവശ്യം ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ 5ാമത്തെ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് തിരിച്ച് ഞാൻ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്തയാണ്, ജയിക്കുമോ തോക്കുമോ. കൂടെ ഉള്ള പല പിള്ളേരും
പല നിലകളിലെത്തിക്കഴിഞ്ഞു. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയും രാവിലെ ഇരുന്ന് എഴുതി പഠിച്ചിട്ട് പരീക്ഷ എഴുതി. 5ാമത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു. ഇതെൻ്റെ മനസ്സിൽ തന്ന ഒരു വലിയ പാഠമുണ്ട്. ലോകത്തിൽ ഒരൊറ്റ ഉഴപ്പന്മാരില്ല, എല്ലാവരും ബുദ്ധിമാന്മാരാണ്. അപ്പം ഞാൻ അടുത്ത് ചെയ്തത് നേരെ ഡിഗ്രി. പിന്നെ ഇങ്ങനെ ഈ പഠിക്കണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. നേരെ ഡിഗ്രിക്ക് പഠിക്കുന്നു, സൈക്കോളജി പഠിക്കുന്നു. അവിടെ നേരെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ, ന്യൂസിലൻഡിലെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചൈൽഡ് സൈക്കോളജി പഠിക്കാനായിട്ട് പോകുന്നു. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വെള്ളക്കാരുടെ യൂണിവേഴ്സിറ്റിയിൽ. ഞാനതാ പറഞ്ഞ നിങ്ങൾ വിജയിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തീരുമാനിച്ചാൽ യു ഡെഫിനറ്റ്ലി ക്യാരറ്റ് നിങ്ങൾ വിജയിച്ചിരിക്കും, ഒരു സംശയമില്ല. അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹം. ഇത് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹം. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അധ്യാപകരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ശരിയാകണമെന്ന് ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് അമേരിക്കയിൽ നിന്ന് എനിക്ക് കോൾ ലെറ്റർ വന്ന് ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ച ഒരു ടീച്ചർ മറ്റാരുമല്ല, എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ. അതിൻ്റെ കാരണമുണ്ട്. നിങ്ങൾ അധ്യാപകരാകുന്നതുകൊണ്ട് ഞാൻ പറയാം. ഇംഗ്ലീഷിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത സമയത്ത് ഒരു പരീക്ഷയ്ക്ക് ഞാൻ ഇംഗ്ലീഷിൻ്റെ +1 കാര്യമായി പറയുന്നത്, +1 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എനിക്ക് ഒട്ടും ഇംഗ്ലീഷിൽ ഒരു പിടുത്തമില്ല. പക്ഷെ അന്ന് എൻ്റെ തോളിൽ തട്ടി എൻ്റെ ടീച്ചർ പറഞ്ഞു, ബെൻസിക് നിൻ്റെ ഇംഗ്ലീഷ് കൊള്ളാം. എൻ്റെ ഇംഗ്ലീഷ് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ടീച്ചറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ടീച്ചറിന് ഇഷ്ടം കൂടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ ഒരു സ്പർശനവും ആ ഒരു എൻകറേജ്മെൻറ്റും ഇംഗ്ലീഷ് പഠിക്കണം അതെന്നെ വല്ലാതെ അങ്ങ് ഷൂട്ടപ്പ് ചെയ്തു. ആ ഒരൊറ്റ ഇത് ഞാൻ അവിടെ ചെന്ന് കാലുവെച്ചപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറിനെയാണ്. കാരണം എന്നെ അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച ആ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അന്ന് അവിടെ നിന്ന് അത് പഠിച്ച് പിന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങളെപ്പോലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ ഒരൊറ്റ കാരണം, ഞാൻ തോറ്റിട്ട് ഇനി ഞാൻ പഠിത്തം നിർത്തി ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും പെട്ടിക്കടയിൽ ഞാൻ സിസറോ വല്ല ബിൽസോ വല്ലതും വിറ്റിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പോയേനെ. ഞാൻ 4ാമത്തെ പ്രാവശ്യം എഴുതിയിട്ട് പിന്മാറിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ ഏറ്റവും നല്ലവണ്ണം പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിന്ന് ക്ലാസ് എടുക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിന്ന് ക്ലാസ് എടുക്കാനായിട്ട് കാരണം ജീവിതം പൊരുതി നേടിയതുകൊണ്ട്. ജീവിതം പൊരുതാനുള്ളതാണ്. പരാജയങ്ങളുടെ ഉത്സവമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ പരാജയത്തെ എനിക്ക് ഒരിടത്തും പറയാൻ ഒരു മടിയില്ലാത്തതിൻ്റെ കാരണം ആ പരാജയം കഴിഞ്ഞ് വാട്ട് ഈസ് നെക്സ്റ്റ്, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ ലൈഫിൽ പരാജയം വരുമ്പോൾ എല്ലാം ഷട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പരാജയത്തിനെയും ചവിട്ടിക്കയറി വിജയത്തിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു നിന്ന് പറയാൻ സാധിക്കും, ഈ പരാജയങ്ങളൊക്കെ എനിക്ക് നൽകിയത് വലിയ പാഠങ്ങളാണ്, അതാണ് എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞാനൊരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിന് ധാരാളം കുട്ടികൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ ഇടയാകട്ടെ. നിങ്ങൾ വരുന്ന 2 വർഷവും ഇവിടുത്തെ ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് ദ ഹിസ്റ്ററി, ഈ ചരിത്രത്തിൽ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ഇടയാകട്ടെ. അധ്യാപകരുടെ മനസ്സിൽ നിങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. അവരും പറയും അതെൻ്റെ വിദ്യാർത്ഥിയാണ്, ആ നിൽക്കുന്ന എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് 15-20 വർഷം കഴിഞ്ഞ് പറയാൻ ഇടയാകട്ടെ. നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത്, ആക്ച്വലി നമ്മൾ കേട്ട് പഴകിയ കാര്യമാണ്, വി ഷുഡ് ബി ഫോക്കസ്ഡ്. സോ അങ്ങനെ ഒരു എയിം മാത്രം വെച്ച് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങാണ് സക്സസ്ഫുൾ പാറ്റേൺസ് എല്ലാം വെച്ച്. പക്ഷേ ആക്ച്വലി ഇപ്പോൾ നമ്മൾ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ 10th ഒരു മാർക്ക് നമ്മൾ പാസ്സായില്ലെങ്കിൽ ജീവനെടുക്കുന്ന കുട്ടികൾ. അപ്പോൾ പാരലലി ഞാൻ കേട്ട വേറൊരു കാര്യം, we should be diversified, like we should have more options. Yes. So what is the thought on this? വളരെ നല്ല ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നല്ല ചോദ്യം, നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ. വെരി ഗുഡ്. ഒന്ന്, നമ്മുടെ കുട്ടികളെ പരാജയം നേരിടാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
കാരണം പരാജയം നേരിടാൻ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയവും കുട്ടിക്ക് അവസാനമാണ് എന്ന് തോന്നത്തില്ല. അപ്പൊ എന്ത് കാര്യത്തിനും പരാജയം നേരിടാൻ പഠിപ്പിക്കുക. ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള നമ്മുടെ ഇതെന്നുള്ളത്, ഇപ്പൊ പാരന്റ്സിന് പലരും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു, വിവാഹിതർ പലരും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു ചിന്ത എന്നുള്ളത്, ഞാനോ കഷ്ടപ്പെട്ട്, ബാക്കി പറ, പിള്ളേർ കഷ്ടപ്പെടരുതെന്നാണ് പറയുന്നത്. നേരെ തിരിച്ചു വേണം പറയാൻ, പിള്ളേർ കഷ്ടപ്പെടട്ടെ, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ പിള്ളേർ കഷ്ടപ്പെടട്ടെ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. 2, ലൈഫിൽ എല്ലായിടത്തും പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നുള്ളൊരു സംവിധാനം എല്ലായിടത്തും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ പ്ലാൻ എ എന്നുള്ളത് കിഴക്കോട്ട ഇറങ്ങി ബസ്സിൽ കയറി ഇവിടെ 10 മണിക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്ലാൻ എ മുടങ്ങിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് പ്ലാൻ ബി എന്നുള്ളത് ചിന്തിക്കണം. പ്ലാൻ ബി എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ച് വരാം, അല്പം കുറച്ച് പൈസ ആവുന്നേ ഉള്ളൂ. ഇനി പ്ലാൻ ബിയും പരാജയപ്പെട്ടാൽ പ്ലാൻ സി, നടന്നു വരാൻ ഉള്ളതാണ് പ്ലാൻ സി. അത് അല്പം കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസിയസ്റ്റ് വേ എന്നുള്ളത് പ്ലാൻ എ ആണ്, പ്ലാൻ അടുത്ത് ബി, പ്ലാൻ സി. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ടീച്ചറിനോട് നേരത്തെ ചോദിച്ചു, ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് അറിഞ്ഞു. എന്തായാലും ഞാനും പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ആയിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാം ശരിയാക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ പോലും എനിക്ക് ടൈം ഇത് ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് ലൈഫിൽ എല്ലായിടത്തും പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അടുത്ത് രണ്ടാമത്തതിലോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ലൈഫിൽ A+ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം. പേപ്പറിൽ മാത്രം A+ പോരാ, നമ്മുടെ പിള്ളേരെ ലൈഫിൽ A+ നേടാൻ പിള്ളേരെ പഠിപ്പിച്ചാൽ ലോകത്തിൽ എവിടെ പോയാലും ദേ റിയലി വിൻ, അവർ വിജയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ചോദ്യം. താങ്ക് യു. നമസ്കാരം. ശരിക്കും ഇന്ന് ഞങ്ങളുടെ ഒരു ബാച്ചിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, ലാസ്റ്റ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിനൊപ്പം പ്രിൻസിപ്പളിൻ്റെ റൂമിലിരിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുക്കുന്ന ആ സമയമായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നമ്മുടെ സെമിനാറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കൽ മേളിൽ നടക്കുന്നുണ്ട്, ടീച്ചർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വരാൻ മടിച്ച് കൂടെയുള്ള പ്രശാന്ത് സാറിനെയും കൂടെ കൂട്ടി ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത കാഴ്ചയാണ് എൻ്റെ കണ്ണിലുടക്കിയത്. മറ്റൊന്നുമല്ല, സൗണ്ട് സിസ്റ്റം ഒരു വല്ലാത്ത ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഇത് എന്താണ് ഇങ്ങനെ? സാധാരണഗതിയിലുള്ള ഒരു സെമിനാറിന് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, കോളേജാണല്ലോ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇത് അദ്ദേഹം തന്നെ ചെയ്യുകയാണ്. എന്തോ സംതിങ് വേറിയഡാണ് എന്ന് അപ്പോഴേ വിലയിരുത്തിയായിരുന്നു. ടീച്ചർ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചു. സാക്ഷാൽ ഒരു അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സെമിനാർ എത്ര എനർജിയാണ് സാറ് ബൂസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രത്തോളമാണ്. അതിന് ഞങ്ങൾ വളരെയധികം കോളേജ് മൊത്തത്തിൽ സാറിനോട് താങ്ക്ഫുള്ളാണ്. കാരണം ഓരോ വാക്കുകളും നമ്മുടെ കുട്ടികൾ ഹർഷാരവത്തോടു കൂടിയാണ് അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തെ ആലോചിച്ച് നോക്കിയാലും ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും അത് എനിക്ക് വേണ്ടി കൂടെയാണോ എന്ന് എന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിറക്കിളാണ് സാറിൻ്റെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്കിന്ന് ലഭ്യമായത്. അതിന് ഈ ഒരു ക്ലാസ് തരപ്പെടുത്തി തന്ന ബിനു ടീച്ചറിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ അത്യന്തം വ്യത്യസ്തവും വിസ്മയകരമായിട്ടുള്ള ഒരു ക്ലാസ്സായിട്ട് ഞങ്ങളിതിനെ വിലയിരുത്തുന്നു. ഈ ഒരു ക്ലാസ് ഞങ്ങൾക്കായി സമ്മാനിച്ച ശരിക്കും ബെൻസിർ മിറന്റെ സാറിനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ പേര് ശ്യാം. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അധികം മോട്ടിവേഷണൽ ക്ലാസ്സുകളൊന്നും കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ സാറിൻ്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സെമിനാറിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ ബീയിങ് എ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഒരു വിഷയത്തെ അന്വർത്ഥമാക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം എടുക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാറിൻ്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു. ഒരു വിന്നറായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബീയിങ് എ വിന്നർ എന്നൊരു ടൈറ്റിൽ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ മോട്ടിവേഷൻ ഉളവാക്കുന്നതാണ്. ഇങ്ങനൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത പ്രിൻസിപ്പളിനും അതിമനോഹരമായി ഈ ക്ലാസ് നയിച്ച ബെൻസിക് ബ്രണ്ട സാറിനും ഏറ്റവും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു സർ. യൂഷ്വലി നമ്മളെപ്പോഴും കേൾക്കുമ്പം എന്തോ ഞാൻ അങ്ങനെ കൂടുതലും ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. ബട്ട് ഈ ക്ലാസ് എനിക്ക് നല്ലൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി. എനിക്ക് നല്ല യൂസ്ഫുൾ ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി സർ. സോ താങ്ക് യു സർ. നമസ്കാരം സാർ, എൻ്റെ പേര് അനാമിക. ഒരു സംശയമാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയം മുതൽ തന്നെ വീട്ടിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഈ മത്സര ബുദ്ധിയോടെ ഉള്ളൊരു പഠനത്തിന് അധ്യാപകരായാലും പാരൻസ് ആയാലും ഒക്കെ പറയുന്നുണ്ട്. അത് ആരോഗ്യകരമാണോ എന്നതാണ് സംശയം. കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ച മാഡത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. സാധാരണ ഞാൻ എൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ പഠിച്ച സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അവിടെ നീ കോമ്പറ്റീഷൻ എന്നുള്ള സംവിധാനം തന്നെ ഇല്ല. അവിടെയൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസാണ് കൂടുതലുള്ളത്. ഞാൻ പഠിച്ച സൈക്കോളജി പഠിച്ച പല സ്ഥലങ്ങളിലും പരീക്ഷകൾ പോലും ഇല്ല. ഉള്ള പരീക്ഷയല്ല, ഓപ്പൺ എക്സാംസ് ആണ്, ഓപ്പൺ ബുക്ക് എക്സാംസ് ആണ്. അതായത് ബുക്ക് തുറന്നു വെച്ച് നമുക്ക് പരീക്ഷ എഴുതാം. ഓ, സന്തോഷമായി. പക്ഷെ നിശ്ചിത സമയത്തിനുള്ളിൽ ആ എക്സാം എഴുതി തീർക്കണം. 10-12 ബുക്കുകൾ ഇങ്ങനെ നമ്മൾ പഠിക്കാനുണ്ടായിരിക്കും. അത്രയും ബുക്കുകളിൽ നിന്നും തപ്പിപ്പരതി എടുത്തുള്ള പഠന രീതിയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവിടെ ഒരാളെ മാർക്ക് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ നടത്തിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരീക്ഷ ഒരു ഇതാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ പരീക്ഷയെ തന്നെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പഠനത്തെ ആസ്വാദ്യകരമാക്കുന്ന രീതിയിൽ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇതിനെ കയറ്റാൻ സാധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കുട്ടികൾക്ക് ഈ പരീക്ഷയോടുള്ള ആ ഒരു പേടിയും ഒരു സമ്മർദ്ദവും കുറച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നതാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, സിനിമ കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ചിലർക്ക് കണക്ക് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടും. നമ്മുടെ തലച്ചോറിലെ ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞ സെറട്ടോൺ, നോറപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത് ഷൂട്ടപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ പഠനങ്ങളെ തന്നെ ഒരു എൻജോയ്മെന്റിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അധ്യാപകരായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ 90കളിൽ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതുപോലെ അല്ല, ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ ഈ വിഷയം കുട്ടികളുടെ ഹൃദയത്തിലോട്ട് കൊടുക്കുമെന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ പഠിച്ച കാര്യങ്ങൾ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു സമ്മർദ്ദത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവെ ഞാൻ ഈ കോമ്പറ്റീഷനിൽ വളരെ താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് പരമാവധി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഞാൻ പരീക്ഷ ഇടുകയില്ല. പരീക്ഷ ഇല്ലാതെയാണ് വിദ്യാർത്ഥികളെ ജയിപ്പിക്കുന്നത്. പക്ഷെ അവരെ അല്ലാതെ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്താണ് ജയിപ്പിക്കുന്നത്. ഇനി ഭാവിയിൽ അങ്ങനെയുള്ള രീതികളാണ് നമ്മുടെ ഇന്ത്യയിലും വരാനായിട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ഇന്ത്യയുടെ രീതി അനുസരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയാലേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കുക. പക്ഷേ ആ പഠനമെന്നുള്ളത് നിങ്ങളൊരു സമ്മർദ്ദമായി നിങ്ങൾ തന്നെ ഏറ്റെടുക്കാതിരിക്കുക, നിങ്ങളുടെ കുട്ടികൾക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള അഭിപ്രായം. താങ്ക് യു. ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകാം എന്നിങ്ങനെയുള്ള ചോദ്യത്തെ വളരെ ലളിതമായി സമീപിക്കാൻ തന്നെ നമുക്ക് ഈ ഒരു സെമിനാറിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെമിനാറിന് നന്ദി രേഖപ്പെടുത്താൻ KUCT കുമാരപുരം അസിസ്റ്റന്റ് പ്രൊഫസറും സംസ്കൃത വിഭാഗ മേധാവിയുമായ ശ്രീമാൻ ജയേന്ദ്രദേവ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും നമ്മുടെ മിറാണ്ട സാറിൻ്റെ ഈ ഒരു സെഷൻ കേട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണെന്നുള്ള എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ശരിക്കും കുറേ കാര്യങ്ങൾ പറയാനായിട്ടൊക്കെ പ്രിപ്പയർഡായിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ടീച്ചറാണ്, ഹേമ ടീച്ചർ എൻ്റെ ടീച്ചറാണ്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് BEdന്. ടീച്ചർ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്.
അപ്പോൾ ഈ പൊതുവേ എനിക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ കുടിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല, അങ്ങനെ കുടിക്കാറില്ല. പക്ഷേ അഥവാ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുള്ളത് മിറാൻഡയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്കാണ് ശരിക്കും മിറാൻഡ. അപ്പോൾ ശരിക്കും മിറാൻഡ സാറിൻ്റെ ഈ ഒരു സ്പീച്ച് വളരെയധികം രസകരമായിട്ട് തോന്നി, വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒത്തിരി കാര്യങ്ങൾ അതിനൊന്ന് പഠിക്കാനായിട്ട്, പുതിയ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് അത് സാധിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവാം. പല ആൾക്കാരുടെയും വാക്കുകളിലൂടെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, ചില ആൾക്കാരുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും, ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്പർശനത്തിലൂടെ നമ്മൾ മോട്ടിവേറ്റഡ് ആവാം, ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒരു നോട്ടം മതി നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ. ഈ മോട്ടിവേഷന് ഒരു പ്രശ്നമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് വന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം, ചിലപ്പോൾ അതൊരു 2 hours നിൽക്കും, അല്ലെങ്കിൽ ഒരു 1 day നിൽക്കും. ഞാൻ അല്പം കൂടി കട്ടിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 days ഒക്കെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കാം. ലോകം കണ്ടിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേറ്റർ, ആദ്യത്തെ ഒരു മോട്ടിവേറ്റർ എന്ന് വേണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ വേണമെങ്കിൽ പറയാം. കാര്യം അർജുനൻ വിഷാദ യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ അവിടെ മോട്ടിവേഷൻ നടത്തിയപ്പോൾ അദ്ദേഹം ഒരു സെൽഫ് റിയലൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ അർജുനന് കൊടുത്തത്. ഇവിടെ മിറാൻഡ സാറും ശരിക്കും ഒരു സെൽഫ് റിയലൈസേഷനാണ് നമുക്ക് തന്നത്. അതിന് ഒരു ചെറിയ ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ലൈഫല്ല, അതിനൊരു ലോങ് ലൈഫുണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇതിനകത്തൊരു ചെറിയൊരു ദുഃഖമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സീനിയേഴ്സിന് ഈ ഒരു സെഷൻ മിസ്സായത് വലിയൊരു കഷ്ടമായിട്ട് പോയി എന്നെനിക്ക് ഞാനിവിടെ തോന്നി. എനിക്ക് കാര്യം അവർക്ക് ഇതുപോലൊരു സെഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. പല മോട്ടിവേഷൻ സെഷൻ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അവർ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്തു. അതൊരു വിഷമമാണ്. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. പിന്നെ നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമുണ്ട്. അതിൽ ഏറ്റവും അധികം നന്ദി പറയുക എന്നുള്ളത് ബിനി ടീച്ചറിനോടാണ്, നമ്മുടെ പ്രിൻസിപ്പൽ. അത് എത്ര പറഞ്ഞാലും തീരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റായിട്ടുള്ള, ശരിക്കും നിങ്ങൾ വളരെ ഭാഗ്യമുള്ള കുട്ടികളാണ്. കാര്യം ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയത്. അത് ടീച്ചറിനോട് ആദ്യം ഞാൻ നന്ദി, നമ്മുടെ എല്ലാ ആൾക്കാരുടെയും പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ടീം KUCT പൂർണ്ണമായിട്ടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഒരു സെഷൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടൈമിൽ, എനിക്കറിയാം സാറിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫഷണൽസിന് 1 മണിക്കൂറിനൊക്കെ ഇവിടെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഫോർ ദിസ്. അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷനാണ് നമുക്കിപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതിൽ എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയും സ്നേഹവും സാറിന് എല്ലാ നന്മകളും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ